യെസ്. ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും ആദ്യമായി പുതുവത്സര ആശംസ നേരുന്നു. ഒപ്പം ഹാപ്പി ക്രിസ്മസ്. നമുക്ക് ഈ പുതുവത്സരം ഏറ്റവും അടുത്തിരിക്കുന്ന ഈ സമയത്ത് ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്ന വിഷയം നമ്മുടെ ജീവിതത്തിൽ വലിയൊരു പരിവർത്തനം നടത്താൻ പറ്റിയ ഒരു ഐഡിയ ഞാനോട് ഷെയർ ചെയ്യാൻ പോവുകയാണ്. എൻ്റെ പേര് പ്രകാശ്. ബേസിക്കലി ഒരു 29 വർഷം ഗവൺമെന്റ് സർവീസിൽ വർക്ക് ചെയ്യുകയായിരുന്നു. ഒരു 1.5 വർഷം മുമ്പ് റിട്ടയർ ചെയ്തു. വിശ്രമ ജീവിതം വളരെ കാര്യക്ഷമമായി ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹിച്ചുകൊണ്ടാണ് ഇരുന്നത്. ആ സമയത്താണ് ഈ ഓപ്പർച്യൂണിറ്റി എൻ്റെ കൈവശം വരുന്നത്. ഞാൻ അതിന് ഏറ്റവും നന്ദി പറയുന്നത് എൻ്റെ സ്പോൺസർ മിസ്റ്റർ ദിനേശ് നാരായണൻ ആൻഡ് ജിഷാദ് ബക്കർ അവർക്ക് അതിന് നന്ദി പറയാണ്. അദ്ദേഹം കോഴിക്കോട് നിന്ന് എറണാകുളത്ത് വന്ന് എനിക്ക് ആശയം കാണിച്ചപ്പോൾ അതൊരിക്കലും ലൈഫിൽ ഇത്രമാത്രം ഒരു മാറ്റം ഉണ്ടാക്കുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചല്ല. പക്ഷെ ആശയം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാര്യം ഞാനൊരു എംപ്ലോയി, ഒരു ഗസറ്റ് റാങ്കിൽ നിൽക്കുകയായിരുന്നു. പച്ചമഷിക്ക് ഒപ്പിടുന്ന ഒരു ഓഫീസർ. നല്ല രസമാണ്. ഞാൻ ജോലി ശരിക്കും എൻജോയ് ചെയ്തു. ആ ഒരു 4 ഡിസ്ട്രിക്റ്റിന്റെ ഒക്കെ ചാർജൊക്കെ ഉണ്ടായിരുന്നു. അവിടുന്ന് ഒരു സംരംഭകനാകാൻ, ഒരു ബിസിനസ്സുകാരനാകാൻ വലിയ ആഗ്രഹം പണ്ടുതൊട്ടേ ഉണ്ട്. കാര്യം ബിസിനസ്സുകാരുടെ ലൈഫ് സ്റ്റൈലൊക്കെ കണ്ടുകൊണ്ടിരിക്കുക. ഒപ്പം നമുക്ക് റിട്ടയർമെന്റിന് ശേഷം ഒരു അധിക വരുമാനം ആവശ്യമാണ്. പല കാര്യങ്ങളും ഇങ്ങനെ മനസ്സിൽ കിടക്കുക. അപ്പോ ദിനേശ് സാർ ഈ ആശയം ഒന്ന് കാണിക്കുന്ന സമയത്ത് നമ്മുടെ ലൈഫിന് ഒരു ഒരു എന്താ പറയുക വലിയൊരു മാറ്റം ഉണ്ടാക്കാൻ, ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞപ്പോ അത് ഇത്തരത്തിലൊരു മാറ്റം ഉണ്ടാകുന്ന ഒരിക്കലും പ്രതീക്ഷയല്ല. അപ്പൊ അത്ര നല്ല ഇപ്പൊ നമ്മളൊരു ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയുടെ സാധ്യത എന്ന് വെച്ചാല് അപാരമാണ്. നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന അപ്പുറമാണ്. ആ ചിന്തിക്കാൻ പറ്റുന്ന അപ്പുറം എന്ന് പറയാൻ കാരണം ഇത് ഞാൻ ഗവൺമെന്റ് സർവീസ് ഇരിക്കുമ്പോൾ തന്നെ പഠിക്കുന്നുണ്ട്. ലോകത്ത് നടക്കുന്ന മാറ്റങ്ങളൊക്കെ പലപ്പോഴും യൂട്യൂബിലും ന്യൂസുകൾ വായിക്കുമ്പോൾ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ ലോകത്ത് അന്ന് ഏറ്റവും ടോപ്പ് നിരുന്ന രാജ്യം, ഇപ്പോഴും നിൽക്കുന്ന രാജ്യം അമേരിക്കൻ, USA. അവിടെ 33 കോടി ജനസംഖ്യയുള്ളൂ. പക്ഷേ 3 ലക്ഷം കോടി വിറ്റവരുണ്ട്. 3000 കമ്പനികൾ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്താണ് അത്ര പ്രാധാന്യത്തിന് വർക്ക് ഞാൻ പറയാൻ കാരണം എന്ന് അറിയുന്നു. ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ സമ്പന്നന്മാരുള്ള രാജ്യം അമേരിക്കൻ. ആ രാജ്യം സമ്പന്നമാകാൻ സഹായിച്ചത് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി ആണെന്ന വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കാര്യം ഞാൻ നിങ്ങൾക്ക് ആദ്യം ഷെയർ ചെയ്യാം. അപ്പോൾ ഒരു രാജ്യത്തിന്റെ എക്കണോമി തന്നെ മാറ്റിമറിക്കാൻ ഒരു ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിക്ക് സാധിക്കുമെങ്കിൽ നമ്മൾ പഠിക്കണ്ടേ. ആ ഒരു ഇൻഡസ്ട്രിയിൽ ഞാനത് ജസ്റ്റ് നോക്കുന്നുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഗവൺമെന്റ് സർവീസിൽ നിൽക്കുന്നതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് 33 കോടി ജനസംഖ്യയുടെ രാജ്യത്ത് നമ്പർ 1 ആയി. നമ്മൾ ഇപ്പോ ആ സമയത്ത് നമ്മൾ 19ാം സ്ഥാനത്തായിരുന്നു. മോദികെയർ എന്ന കമ്പനിയാണ് ഞാനിപ്പോ സംസാരിക്കുന്ന വിഷയം. ഈ മോദികെയറിനെ കുറിച്ച് നമുക്ക് എത്ര പേർക്ക് എന്തറിയാമെന്ന് എനിക്കറിയില്ല. ഇപ്പൊ ഞാൻ പരിചയപ്പെട്ട മോദികെയർ ചെയ്യുന്ന പലരും പരിചയപ്പെട്ടപ്പോൾ അവർക്ക് ഇതിന്റെ 10-1 കാര്യങ്ങൾ മാത്രമേ അറിയുള്ളൂ. ഇത് അത്ര വലിയൊരു കമ്പനിയാണ്. അപ്പൊ അത് എന്നെ ആവേശം കൊള്ളിച്ചൊരു കാര്യം. ഇപ്പൊ ഞാൻ പറയുന്ന ഒരു 3-4 പോയിന്റ് ശ്രദ്ധിക്കുക. അതായത് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി ആണെന്ന് ലോകത്ത് 21ാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ വ്യവസായമാണ്, ഏറ്റവും വലിയ കണ്ടെത്തലാണ്. $1 ട്രില്യൺ ഇൻഡസ്ട്രിയാണ്. ഇതിൽ ഏതൊരാൾക്കും എൻട്രി ചെയ്യാം. പ്രത്യേകിച്ച് വിദ്യാഭ്യാസമോ നിങ്ങളുടെ എക്സ്പീരിയൻസോ ഒന്നും ഇതിന് ബാധകമല്ല. അപ്പൊ നമ്മൾ അതൊന്നും ചോദിക്കുന്നേ ഇല്ല. നിങ്ങൾക്ക് 18 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും ഇതിനകത്ത് എൻട്രി ചെയ്യാം. അപ്പൊ അതൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ്. അപ്പൊ ഞാൻ കണ്ടത് ഒരു 4ാം ക്ലാസ് വരെ വിദ്യാഭ്യാസമുള്ള 5ാം ക്ലാസ്സിൽ തോറ്റ ഒരു ലേഡിയാണ് കേരളത്തില് ഏറ്റവും കൂടുതൽ ഇൻകം വാങ്ങിക്കുന്നത്. അതിനെ അതിശയിപ്പിച്ചു. അപ്പൊ മനസ്സിലായി നമുക്ക് മുൻപരിചയം, എക്സ്പീരിയൻസ്, വിദ്യാഭ്യാസം വേണ്ട മനസ്സിലായി. ഒപ്പം PhD കഴിഞ്ഞ ആൾക്കാർ, ഹയർ ക്വാളിഫൈഡ് ആൾക്കാർ ബിസിനസ് ചെയ്യുന്നുണ്ട്. ഡോക്ടേഴ്സും എഞ്ചിനീയേഴ്സും ഒക്കെ ബിസിനസ് ചെയ്യുന്നുണ്ട്. അപ്പൊ എനിക്ക് മനസ്സിലായി ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി എല്ലാ കാറ്റഗറിക്കും പറ്റും. അപ്പോ പാർട്ട് ടൈം ആയിട്ട് ചെയ്യാം, ഫുൾ ടൈം ആണെങ്കിൽ ഫുൾ ടൈം ആയിട്ട് ചെയ്യാം. അപ്പൊ പ്രത്യേകമൊന്നുമില്ല. പക്ഷെ ഒരൊറ്റ കാര്യം പ്രത്യേകമുള്ളൂ, നമ്മുടെ വിശ്വാസം. നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളിൽ നമുക്ക് വ്യക്തമായ വിശ്വാസം, നമ്മൾ വിശ്വാസം ഉണ്ടായാൽ മതി. കമ്പനി ശക്തമായിരിക്കണം. ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി നോക്കുമ്പോൾ കാണേണ്ടത് ആ കമ്പനിയുടെ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ നോക്കണം. ലെഗസി, അതിന്റെ ചരിത്രം, അതിന്റെ കഴിഞ്ഞൊരു 10-15 വർഷത്തെ ചരിത്രം നോക്കിയിരിക്കണം.
തീർച്ചയായിട്ടും നോക്കണം. അല്ലാതെ ഇപ്പൊ എൻട്രി ചെയ്താൽ നിങ്ങൾക്ക് പൈസ നഷ്ടപ്പെടും. അപ്പൊ നല്ല കമ്പനിയാണ് എന്നും ബോധ്യപ്പെടുക, നല്ല പ്രൊഡക്റ്റ് ആണ്, ക്വാളിറ്റിക്ക് ഫുൾ ഗ്യാരണ്ടി ഉള്ള പ്രൊഡക്റ്റ് ആണോ, രക്ഷപ്പെട്ടു. മൂന്നാമത്തെ കാര്യം കോമ്പൻസേഷൻ പ്ലാൻ. ഇതിന്റെ പ്ലാൻ നമുക്ക് ഇൻകം തരുന്ന പ്ലാൻ ആണോ? നമ്മൾ വർക്ക് ചെയ്ത് നമ്മൾ ടൈം കൊടുത്താല്, ടൈം കോൺട്രിബ്യൂട്ട് ചെയ്താല്, ടൈം ഇൻവെസ്റ്റ് ചെയ്യാല് നമുക്ക് റിട്ടേൺസ് കിട്ടുമോ? ദെൻ അടുത്ത പ്രധാനപ്പെട്ട പോയിന്റ്, ഇതെല്ലാം കൊള്ളാം, അതിനകത്ത് ട്രെയിനിങ് സിസ്റ്റം ഉണ്ടോ, വേണ്ട പരിശീലനം കൊടുക്കുന്നുണ്ടോ? ഈ 4 കാര്യങ്ങൾ നോക്കിക്കൊണ്ട് മാത്രമേ ഒരു ഡയറക്ട് സെല്ലിംഗ് കമ്പനിയെ ചൂസ് ചെയ്യാൻ പാടുള്ളൂ. ഇത് ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധിച്ച് കേൾക്കുക. അതിനകത്ത് എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യം, ഇപ്പൊ ഞാനൊരു ഗസറ്റ് റാങ്കിൽ നിൽക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ റിട്ടയർ ചെയ്ത ശേഷം എൻട്രി ചെയ്യണമെങ്കിൽ നല്ലൊരു കമ്പനി എൻട്രി ചെയ്യണമെന്ന് ഉറച്ച തീരുമാനം ഉണ്ടായിരുന്നു. അവിടെ നമുക്ക് 10:05 ഓഫീസ് ടൈം. അപ്പൊ 10:05 ഞാൻ ആ 10:05 കൃത്യം നോക്കുന്ന ആളല്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ജോലിക്ക്. ഞാൻ ശരിക്കും എൻജോയ് ചെയ്തത്. എന്നെ അറിയുന്ന ആൾക്കാർക്ക് കുറച്ചു പേരൊക്കെ ഇതിനകത്ത് ഇരിപ്പുന്നുണ്ട്. അപ്പൊ എപ്പോഴും ആരെങ്കിലും ഒരു പച്ചമഷിക്ക് ഉപ്പിടണം അറ്റസ്റ്റ് ചെയ്യണമെന്ന് പറയുമ്പോൾ ഞാൻ ആ ആളെ വിളിച്ചു വരുത്തിയിരുത്ത് ചായം കൊടുത്ത് വിടാറുണ്ട്. എനിക്ക് അത്ര ഇഷ്ടമായിരുന്നു. കാര്യം നമ്മൾ ആ ഒരു ജോലി എത്തിയത് പ്രൊമോഷൻ കിട്ടി വളർന്നു എത്തിയ. എന്റെ ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിൽ എൻ്റെ അച്ഛൻ KSCB-യിലെ ഡ്രൈവറായിരുന്നു. ഞങ്ങൾ 5 മക്കളാണ്. അച്ഛൻ വളരെ ബുദ്ധിമുട്ടിയെ പഠിപ്പിച്ചു. ഞാൻ ജനിക്കുന്നത് കുളമാവൂർ കുറച്ചാണ്, ഇടുക്കിയിൽ. അതിനുശേഷം തിരിച്ച് ഞങ്ങൾ എറണാകുളത്ത്, വീട്ടുകാർ മുഴുവൻ എറണാകുളത്തുകാരാണ്. ഞാൻ മാത്രം ജനിച്ച അവിടെ. അപ്പൊ ഞാൻ തിരിച്ചിവിടെ വരുമ്പോഴും നമ്മളിവിടെ കാണുന്നത് വളരെ വ്യത്യസ്തമായ ലോകമാണ്. എല്ലാവരും തിരക്കുള്ള ലൈഫ്, പഠിക്കുക നന്നായിട്ട് പഠിക്കുക, നല്ല മാർക്ക് വാങ്ങിക്കുക എന്ന് അച്ഛനമ്മയും പറഞ്ഞ കാര്യങ്ങൾ ഞാൻ 100% പാലിച്ചു. എൻ്റെ ജീവിതത്തിലെ എൻ്റെ റോൾ മോഡൽ എൻ്റെ അച്ഛനും അമ്മയുമാണ്. അതെന്നും അങ്ങനെ ആയിരിക്കും. ഞാൻ പറയാൻ കാരണം അവരുടെ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും കണ്ടാണ് ഞാൻ വളരുന്നത്. അപ്പൊ അവർ പറയുന്ന കാര്യങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടാണ് വളരുന്നത്. നമ്മൾ എത്ര എന്തൊക്കെ പറഞ്ഞാലും അച്ഛനമ്മയെ എതിർത്തൊന്നും സംസാരിക്കാൻ ഒരിക്കലും പാടില്ല. ജീവിതത്തിൽ നമുക്ക് എപ്പോഴും മനസ്സിൽ സ്മരിച്ച്, ഇപ്പൊ എൻ്റെ അച്ഛനമ്മ എന്നെ വിട്ടുപോയി, ഇപ്പോഴും ഞാൻ അവരെ പറയാൻ കാരണം നമുക്കെപ്പോഴും ഏത് സമയത്തും അച്ഛനമ്മ എന്ത് വിദ്യാഭ്യാസം ഉണ്ടെന്ന് പ്രശ്നം നോക്കേണ്ട ആവശ്യമില്ല. അവരെ എന്നും നമ്മൾ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും വേണം. അവരൊരിക്കലും ഒരു എതിർത്ത് പറയാൻ പാടില്ല. ഈ ക്വാളിറ്റിയൊക്കെ പഠിക്കാൻ ശരിക്കും ഇൻഡസ്ട്രിയിലും ശരിക്കും പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഇൻട്രൊഡക്ഷൻ ആദ്യം പറയുന്നതാണ്, ഇതൊരു വെറുതെ ഒരു ബിസിനസ് അല്ല, ഇതൊരു ലൈഫ് ചേഞ്ചിങ് എഡ്യൂക്കേഷൻ കൂടിയാണ്. ഈ കമ്പനി, ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി ലോകത്ത് ഏറ്റവും അധികം സമ്പന്നന്മാരെ സൃഷ്ടിച്ചിട്ടുള്ളതാണ്. പക്ഷെ ആ വ്യക്തികളെല്ലാം തന്നെ ഏറ്റവും നല്ല ഗുണനിലവാരമുള്ള, ഏറ്റവും നല്ല സംസാരിക്കുന്ന, ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള ആൾക്കാരായിട്ട് വാർത്തെടുക്കപ്പെട്ടു. എനിക്ക് എൻ്റെ ഏറ്റവും ഫ്രണ്ട്സ് ആയിട്ടുള്ള 8 പേരേ ഉള്ളൂ. ആ ഫ്രണ്ട്സ് 8 പേരും ബിസിനസ്സിൽ വന്നില്ല. കാര്യം അവർക്ക് എന്നെ അറിയാം. എന്നെ കൊണ്ട് ഇത് പറ്റില്ല എന്ന് ധരിച്ചിരിക്കുക. അത് കാരണം സന്തോഷം വരെ അവർ വന്നില്ലെങ്കിലും ഞാൻ ബിസിനസ് ചെയ്തിരുന്നത് ഡയമണ്ട് ലെവലിലെത്തി. അപ്പൊ പഠിക്കേണ്ട വിഷയം നമ്മുടെ ഫ്രണ്ട്സ് കോണ്ടാക്ട് കൊണ്ട് മാത്രമല്ല ഡെവലപ്പ് ചെയ്യേണ്ടത്, നമ്മുടെ വിശ്വാസം കൊണ്ടാണ്. നമ്മളുടെ വിശ്വാസം ഇതൊക്കെ പഠിപ്പിക്കുന്നത് ഇങ്ങനെയുള്ള ബുക്സുകളും, അങ്ങനത്തെ യു ക്യാൻ വിൻ, ശിവകേരയുടെ ബുക്ക്, അങ്ങനത്തെ ബുക്കുകൾ വായിച്ചു. അപ്പൊ നമ്മൾ ജീവിതത്തിൽ രക്ഷപ്പെടാൻ വേണ്ടി ഗസറ്റ് റാങ്കിലും പാടില്ല. നമുക്ക് ജീവിതത്തിൽ രക്ഷപ്പെടണമെങ്കിൽ എന്തെങ്കിലും ജോലിക്ക് പുറമെ ഒരു ബിസിനസ് കണ്ടെത്തേണ്ടത് ആവശ്യമാണ്. കണ്ടെത്തണം അറിയില്ല, നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ പല ബുക്കുകളും വായിക്കും, പോസിറ്റീവ് തിങ്കിങ് ബുക്സ് വായിക്കും. അപ്പൊ കിട്ടുന്ന കുറെ വിവരങ്ങളുണ്ട്. ഞാൻ തരുന്ന അതിനകത്ത് മാജിക് ഓഫ് തിങ്കിങ് ബിഗ് എന്ന ബുക്ക് എനിക്ക് വായിക്കാൻ പറ്റി. ആ സമയത്ത് എനിക്കൊരു കാര്യം മനസ്സിലായത്, നമ്മൾ വലുതായിട്ട് ചിന്തിക്കാൻ തയ്യാറായാല്, നമ്മൾ ചിന്താഗതിയിൽ മാറ്റം വരുത്താൻ തയ്യാറായാല് ജീവിതത്തിൽ നമുക്ക് വലിയ വെളിച്ചം ഉണ്ടാക്കാൻ സാധിക്കും, വലിയൊരു മാറ്റം ഉണ്ടാക്കാൻ സാധിക്കും. എല്ലാ അർത്ഥത്തിലും ലൈഫ് മാറ്റം പറയും. ഇന്നത്തെ കാലത്ത് അതിന് പ്രസക്തി ഏറുകയാണ്. ഞാൻ കണ്ട വിജയിച്ച ആളുകള്, ഇപ്പൊ നെപ്പോളിയൻ ബോണപ്പാർട്ടിനെ കുറിച്ച് ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോ കണ്ടപ്പോ എനിക്ക് അതിശയം മനസ്സിന്. ഒന്നുമില്ലാത്ത വയസ്സിൽ നിന്ന് 24-ാം വയസ്സിൽ അദ്ദേഹം ഫ്രാൻസിൽ നിന്ന് തകർന്ന രാജ്യത്തിനെ ഉയർത്തിയെടുത്ത് ലോകം മുഴുവൻ തേരോട്ടം നടത്തി, ലോകത്തെ എല്ലാ യുദ്ധവും വിജയിച്ച് അവസാനം അദ്ദേഹം കീഴടങ്ങി ലാസ്റ്റ് മരിക്കണ വരെ ഇന്നും അദ്ദേഹത്തിന് ഫ്രഞ്ചുകാര് ആദരിക്കുന്ന വ്യക്തിയാണ് നെപ്പോളിയൻ ബോണപ്പാർട്ട്. എബ്രഹാം ലിങ്കൻ, അവരുടെ ഹിസ്റ്ററി ഒക്കെ നമ്മൾ വായിക്കേണ്ടത് അറിയൂ. വിജയിച്ച ആളുകളുമായിട്ട് നമ്മൾ സ്ഥിരം സഹവാസം ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. അവരുടെ നോളജ് നമ്മളിലേക്ക് വാങ്ങിയെടുക്കേണ്ടത് ആവശ്യമാണ്. നമ്മൾ ലൈഫ് ഒരിക്കൽ ചെറിയ സ്പാനേ ഉള്ളൂ. ആ ചെറിയ സ്പാനിൽ നമ്മൾ അങ്ങനെ ജീവിച്ചാൽ മതിയോ? വ്യത്യസ്തമായ എന്തെങ്കിലും നമുക്ക് നേടണമെങ്കിൽ വ്യത്യസ്തമായി ചിന്തിക്കാൻ പറ്റണം, വ്യത്യസ്തമായി പെരുമാറാൻ പറ്റണം. വ്യത്യസ്തമായി നമുക്ക് മറ്റുള്ളവരും കാണിക്കുന്നതിനേക്കാളും ബെറ്റർ ആയിട്ട് നമ്മൾ ചിന്തിക്കാനും ബെറ്റർ ആയിട്ട് പെരുമാറാനും തുടങ്ങിയാൽ ലൈഫ് മാറും. നമുക്ക് പ്ലാനിലേക്ക് പ്രവേശിക്കാം. അപ്പോൾ അത്രയും വലിയൊരു ഇൻഡസ്ട്രിയുടെ ഭാഗമാകാനുള്ള ഭാഗ്യമാണ് ഇന്ന്
എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഈ അവസരം ശരിക്കും ഉപയോഗപ്പെടുത്തുക, ശരിക്കും മനസ്സിലാക്കുക. ഇത് ലോകത്തിന്റെ വസന്തമാണ് ഈ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി. അത് ഇന്ത്യയിൽ, അമേരിക്കയിൽ രാജ്യം സമ്പന്നമായെങ്കിൽ ഇന്ത്യ എന്ന രാജ്യം 140 കോടി ജനസംഖ്യയിൽ അധികമുണ്ട്. നമ്മുടെ രാജ്യം സമ്പന്നമാകാൻ ഇവിടുത്തെ പ്രകൃതി വിഭവങ്ങൾ മാത്രം പോരാ. നമ്മൾ ഇരിക്കുന്ന ഈ എന്നെ കേൾക്കുന്ന ഈ 146 പേരും 148 പേരും മില്ലറായിട്ട് നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും വലിയ സ്വപ്നങ്ങൾ നേടിക്കൊണ്ട് മുമ്പോട്ട് പോകുമ്പോഴാണ് എൻ്റെ ഈ മീറ്റിംഗ് ധന്യമാകുള്ളൂ. ഇത് ഞാനെന്താ പറഞ്ഞാല്, എന്താണോ പറയുന്നത് 100% പാലിക്കാൻ ആഗ്രഹിക്കുന്ന, അതിനുവേണ്ടി പ്രയത്നിക്കുന്ന വ്യക്തിയാണ്. അപ്പൊ നമ്മൾ 100% ഇതിനകത്ത് കമ്മിറ്റഡ് ആണ്. നിങ്ങളും അങ്ങനെ ഒരു കമ്മിറ്റ്മെന്റിലേക്ക് പ്രവേശിക്കുക. ഓക്കെ, നമുക്ക് എന്താണ് ഈ പ്ലാൻ നമുക്ക് പറയാനുള്ളത് നോക്കാം. നമുക്ക് ആദ്യം ഈ മഹാനുഭാവന് ഒരു വലിയ സല്യൂട്ട്, മിസ്റ്റർ സമീർ കുമാർ മോദി. അദ്ദേഹം നമ്മൾ പറയുന്ന അദ്ദേഹത്തിന്റെ ആശയം നോക്കി, ചിന്ത മാറ്റൂ. ഞാൻ ആദ്യം പറഞ്ഞ പോയിട്ടുണ്ടോ, നിങ്ങളെ മാറ്റൂ, ലോകത്തെ മാറ്റൂ എന്ന് വെച്ചാൽ 100% ഇത് പാലിക്കാൻ നമ്മൾ നിർബന്ധിതരാകണം. മോദിവേ ബിസിനസ് അവസരം നമുക്ക് തരുന്നത് ഒരു തുറന്ന അവസരമാണ്. ഇതിന്റെ സാധ്യതകൾ എന്തെങ്കിലും നമുക്ക് നോക്കാം. നിങ്ങൾ ആഗ്രഹിച്ച സ്വപ്നം കണ്ട ജീവിതമാണോ ഇപ്പോൾ ജീവിക്കുന്നത്? നമ്മൾ ആഗ്രഹിച്ച സ്വപ്നം കണ്ട ജീവിതമാണോ ഇപ്പോൾ ജീവിക്കുന്നത്? ആഡംബര കാറുകൾ, നല്ല വീട്, കുടുംബത്തോടൊപ്പമുള്ള സമയം, കുട്ടികൾക്കുള്ള വിദ്യാഭ്യാസം, സമൂഹത്താൽ കിട്ടുന്ന അംഗീകാരങ്ങൾ, വേൾഡ് ടൂൾസ്, ഇതൊക്കെ ചിന്തിക്കാൻ പറ്റൂ. സാധാരണഗതിയിൽ നമ്മുടെ മനസ്സിൽ ഒരിക്കലും ഒതുങ്ങാത്ത ഇത്തരം ചിന്തകളാണ് നമ്മൾ ഈ ബിസിനസ് വിജയിപ്പിക്കുന്നത്. നമുക്ക് നിങ്ങൾ ആലോചിക്കുക, ഒരു ചെറിയ വരുമാനം, നമുക്കൊരു ചെറിയ വരുമാനം ഇൻകത്ത് നയിക്കുന്നു. ആ ചെറിയ ഇൻകത്തിൽ നിന്ന് നമ്മുടെ സ്വപ്നങ്ങൾ നേടുക. അപ്പൊ ഞാൻ ആ അവസ്ഥയിൽ കടന്നു വന്ന വ്യക്തിയാണ്. ലാസ്റ്റ് സാലറി ഒരു 1.5 ലാഖ് അടുത്ത് ഇൻകം ലഭിക്കുന്ന സമയത്ത് 28 വർഷം എടുത്തു ആ ഒരു വരുമാനത്തെത്താൻ. അപ്പോഴത്തേക്കും ജീവിതത്തിലെ ജീവിതചര്യകള് 5 ലക്ഷം മേളിലേക്ക് മാറി. കണ്ടോ ഞാൻ പറയുന്നത്? നമുക്ക് ആ വരുമാനം വന്നപ്പോൾ നമുക്ക് കൂടുതൽ, നമുക്കൊരു ഒരു സെന്റ് സ്ഥലം വാങ്ങിച്ചൊരു 5 സെന്റ് സ്ഥലം വാങ്ങിച്ച് വീട് വെക്കാൻ പറ്റാത്ത അവസ്ഥയെത്തി. നമ്മുടെ ജീവിത ചെലവുകൾ, കുട്ടികളുടെ വിദ്യാഭ്യാസം മാക്സിമം കൂടി, ആശുപത്രി ചെലവുകൾ കെമാതെ, നമ്മൾ കിട്ടുന്ന പൈസ മുഴുവൻ ഹെൽത്ത് ഇൻഡസ്ട്രി, നമ്മൾ സിക്കനസ് ഇൻഡസ്ട്രി കൊടുക്കേണ്ട അവസ്ഥ വന്നു. അപ്പൊ രാജ്യത്തിന്റെ മാറ്റത്തിനനുസരിച്ച് നമുക്ക് ഒരിക്കലും ഒരാൾക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. ആകെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നത് ബിസിനസ്സിന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇന്ന് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ വളരെ പ്രസക്തമാണ്. നമ്മുടെ ചെറിയ വരുമാനത്തിൽ നിന്ന് നമ്മുടെ വലിയ സ്വപ്നങ്ങളിലേക്കുള്ള നമ്മുടെ യാത്ര എങ്ങനെ മനോഹരമാക്കാൻ പറ്റുമെന്ന് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാൻ പോവാണ്. വളരെ ശ്രദ്ധാപൂർവ്വം വീക്ഷിക്കുക. ഓക്കെ, മാറ്റത്തിന് നിങ്ങൾ തയ്യാറാണോ? അല്ലെങ്കിൽ കാര്യങ്ങൾ വ്യത്യസ്തമായി ചെയ്യാൻ തയ്യാറാണോ? ഇതാണ് ചോദിക്കുന്നത്. നമ്മൾ സ്വയം തയ്യാറാണെങ്കിൽ നിങ്ങൾ ദൈനംദിന ആവശ്യങ്ങൾക്കായി പണം ചെലവഴിക്കുന്നു. ചില കാലത്ത് തൊട്ടും അതിനും വരെ നമ്മുടെ ജീവിതത്തിന്റെ വീട്ടിലെ ആവശ്യങ്ങൾ പുറത്തുപോയി സാധനം വാങ്ങിക്കുന്നു. എന്നാൽ ആ ചെലവ് നിങ്ങൾക്ക് വരുമാനമായി മാറിയാൽ എങ്ങനെ ഉണ്ടാവും? ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് അല്ലേ? നമ്മുടെ എക്സ്പെൻഡിച്ചർ നമുക്ക് ഇൻകമായി തിരിച്ചിട്ട് എങ്ങനെ ഉണ്ടാവും? നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത കാര്യമാണ്. എനിക്ക് ഈ ഇൻഡസ്ട്രി ഇഷ്ടപ്പെടാൻ കാരണം അതാണ്. അപ്പൊ എന്റെ ചെലവ് എന്റെ വരുമാനമാക്കി മാറ്റാൻ പറ്റുമെന്ന് മനസ്സിലാക്കിയപ്പോ ഞാൻ സീരിയസ് ആയിട്ട് ഇതിനെക്കുറിച്ച് പഠിക്കാൻ ശ്രമിച്ചു. അപ്പൊ അതിനകത്ത് കിട്ടുന്ന കാര്യം എന്ന് പറയും, നമുക്ക് അതിന്റെ ലക്ഷ്യങ്ങൾ നോക്കി, നമ്മുടെ ഒരു ഹെൽത്ത് ഗോൾസ് ആണ്. ഹെൽത്ത് ഗോൾസ് ആണ് നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കാം. കാര്യം ഇതിനകത്ത് കെമിക്കൽസ് ഇല്ല. കെമിക്കൽസ് ഇല്ലാത്ത ഉൽപ്പന്നങ്ങൾ വീട്ടിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഹെൽത്തി ഹോം, വലിയൊരു ഐഡിയ എന്നൊക്കെ പറയുന്നത്. ഹെൽത്തി ഹോം, വീട്ടിലെ കെമിക്കൽസ് ഇല്ലെങ്കിൽ തന്നെ വീട്ടിലെ പകുതി അസുഖം മാറി കിട്ടും. സമ്പത്ത്, നമുക്ക് എത്ര വേണമെങ്കിൽ സമ്പത്ത് ക്രിയേറ്റ് ചെയ്യാം, അത് ലിമിറ്റില്ല. അപ്പോ ആരോഗ്യവും സമ്പത്തും ഫസ്റ്റ് ചാൻസ് കിട്ടുക. അപ്പൊ ആരോഗ്യത്തിന് നമുക്ക് ഇപ്പൊ ഈ ഇൻഡസ്ട്രിയുടെ പ്രത്യേകത നിങ്ങൾക്ക് അറിയാമോ? എത്ര പേർക്ക് കേട്ടെന്നറിയില്ല. നമുക്ക് ഫിറ്റ്നസ് സൊല്യൂഷൻസ്, നമുക്ക് ശരീരത്തിന്റെ ഫിറ്റ്നസ് വേണ്ടിയുള്ള സൊല്യൂഷൻസ് ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മുടിക്ക് വേണ്ടിയുള്ള സൊല്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മുടി വളരാനോ, അല്ലെങ്കിൽ മുടി കൊഴിച്ചിട്ടുണ്ടെങ്കിൽ അതോ, അല്ലെങ്കിൽ മുടിയുടെ നമുക്ക് ഡാമേജ് ഉണ്ടെങ്കിൽ ഡാമേജ് മാറ്റാനുള്ള സൊല്യൂഷൻ എത്തുന്നുണ്ട്. ഡയബറ്റിക് സൊല്യൂഷൻ, നമുക്ക് പ്രമേഹം ഉണ്ടെങ്കിൽ പ്രമേഹത്തിന് വരാതിരിക്കാനും അതിനെ കൺട്രോൾ ചെയ്യാനുള്ള സൊല്യൂഷൻസ് ഇതിനകത്തുണ്ട്. അപ്പൊ ജോയിന്റ് ഹെൽത്ത് സൊല്യൂഷൻ, നമ്മുടെ ഹെൽത്ത് വെൽനസിന്റെ സൊല്യൂഷൻസ്, ഹെയർ പ്രോബ്ലംസിന്റെ സൊല്യൂഷൻസ്, അങ്ങനെ തുടങ്ങി നമ്മൾ എന്ത് പറഞ്ഞോ, യു നെയിം ഇറ്റ് വി ഹാവ് ഇറ്റ്. നമ്മൾ എന്ത് പറഞ്ഞോ അതെല്ലാം കൊടുക്കുന്നു. ഞാൻ വരുന്നത് ഒരു ആരോഗ്യ മേഖലയിലെ സീനിയർ സൂപ്രണ്ടാണ്. എനിക്ക് അവിടെ കൊടുക്കാൻ പറ്റാത്ത, കാണാൻ പറ്റാത്ത, ചിന്തിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്
ഇവിടെ 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 കേൾക്കുന്നതും ഞാൻ അനുഭവിച്ചതും. എനിക്കുണ്ടായ അസുഖ പ്രശ്നങ്ങൾ കഴിഞ്ഞ 6 വർഷം കൊണ്ട് വൈഫിന്റെ പേരിൽ പാർട്ട് ടൈം ആയിട്ട് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ 6 വർഷം കൊണ്ട് അതെല്ലാം പമ്പടുന്നു. എന്റെ പ്രായം കുറച്ചു. ഇതിന്റെ വണ്ണം കുറയ്ക്കുന്ന പ്രൊഡക്റ്റ് ഇറങ്ങിയപ്പോൾ എനിക്ക് വണ്ണം ഉണ്ടായിരുന്നു. 3 മാസം കൊണ്ട് എന്റെ 9-10 കിലോ കുറയ്ക്കാൻ സാധിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഇപ്പൊ ഞാൻ ക്രിക്കറ്റ് കളിക്കാൻ തുടങ്ങി, ഫുട്ബോൾ കളിക്കാൻ തുടങ്ങി. ഞാൻ പറയുമ്പോൾ എനിക്ക് ആലോചിക്കാൻ പറ്റാത്ത കാര്യമുള്ളൂ. അപ്പൊ ആ ഫിറ്റ്നസ് ഉണ്ടാക്കാൻ സാധിച്ചത് അതിനുള്ള ഉൽപ്പന്നങ്ങൾ ഏതുണ്ട്? വെയിറ്റ് മാനേജ്മെന്റ് സൊല്യൂഷൻസ്. ഏതൊരാളുടെയും ശരീരത്തിന് യാതൊരു ദോഷവും ഇല്ലാണ്ട്, സൈഡ് എഫക്ട്സ് ഇല്ലാണ്ട് നിങ്ങളുടെ വണ്ണത്തെ ക്രമീകരിക്കാൻ പറ്റുന്ന, നിയന്ത്രിച്ചിരുത്താൻ പറ്റുന്ന ഫാറ്റ് ലോസ് ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങളിനകത്ത് ലഭ്യമാണ് ശാസ്ത്രീയമായിട്ട്. അപ്പോ അങ്ങനെ അതൊരു ആദ്യം സന്തോഷം നൽകുന്ന. അപ്പൊ അതിലൂടെ നമുക്ക് എന്ത് കിട്ടും? സമ്പത്ത് ലഭിക്കുന്നു. ആ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നതിലൂടെ നമുക്ക് ഫുഡ് സപ്ലിമെന്റ്സ് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ജോയിന്റ് ഹെൽത്ത് സംരക്ഷിക്കപ്പെടുന്നു. അപ്പൊ ഫുഡ് ഇൻഡസ്ട്രിയിലെ പ്രധാനപ്പെട്ട കുറെ സപ്ലിമെന്റ്സ് നമുക്ക് കിട്ടുന്നു, വിറ്റമിൻസും മിനറൽസും. കാരണം നമുക്ക് പ്രത്യേകിച്ച് അസുഖം വരാനുള്ള കാരണം, ആരോഗ്യം നഷ്ടപ്പെടുന്ന കാര്യം 4 കാര്യങ്ങളാണ്. ഒന്ന്, കഴിക്കുന്ന ഭക്ഷണത്തിൽ പോഷകാഹാരക്കുറവ്. 2, നമ്മൾ ശ്വസിക്കുന്ന വായു മലിനമാണ് വലിയ രീതിയിൽ. 3, കുടിക്കുന്ന വെള്ളം. അതിനും പരിഹാരമുണ്ട്. അതിനെല്ലാത്തിനും പരിഹാരം ഇതിനകത്തുണ്ട്. ആൽക്കലൈൻ പിക്ചറിനകത്തുണ്ട്. അത് ലഭിക്കുന്നതുകൊണ്ട് നമുക്ക് വെള്ളത്തെ 1.8 ലിറ്റർ വെള്ളം നമുക്ക് ഒരു സമയത്ത് ആൽക്കലൈൻ വെള്ളമാക്കി മാറ്റി കുടിക്കാൻ പറ്റും. നമുക്ക് ഏറ്റവും ആവശ്യം അസിഡിക് വെള്ളമല്ല, ആൽക്കലൈൻ വെള്ളമാണ്. നമുക്ക് വിദേശികൾ വരുമ്പോൾ അവര് ലുലു മാളിലൊക്കെ പോയിട്ട് 1 ലിറ്റർ വെള്ളം വാങ്ങിക്കാൻ 300 രൂപ എടുക്കുന്നത്. നമുക്കത് ലാഭിക്കാം. ഈ ആൽക്കലൈൻ പിക്ചർ വാങ്ങിച്ചുകൊണ്ട് നമുക്ക് ആ പ്രൊഡക്റ്റ് നമ്മൾ ആരോഗ്യം സംരക്ഷിക്കാൻ പറ്റും. അങ്ങനെ നമ്മുടെ വീട്ടിൽ തന്നെ പ്രൊഡക്റ്റ് വെള്ളം പ്യൂരിഫൈ ചെയ്യാനുള്ള മാർഗങ്ങൾ മോദിക്ക് നമുക്ക് തന്നേക്കുക. ദെൻ അപ്പോ നമുക്ക് തീർച്ചയായിട്ടും സമ്പത്ത് ലഭിക്കുന്നു. നമുക്ക് നിറയെ സന്തോഷം ലഭിക്കുക. വീടിന് ഒരു സമാധാനവും എല്ലാം കാത്തിരിക്കാൻ സാധിക്കുന്നു. നമുക്ക് അടുത്ത അതിലേക്ക് പോവാം. കാര്യങ്ങൾ ലളിതമായി ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ജീവിതം മാറ്റുക. വ്യത്യസ്തമായി ഡിഫറെന്റ് ആയിട്ട് ചിന്തിക്കുക. ഉണ്ടാവും ഭയങ്കര ഡിഫറെന്റ് ആയിട്ട് നിങ്ങളുടെ ലൈഫിൽ മാറ്റാൻ പറ്റും. 0 to ഹീറോ അല്ലെങ്കിൽ 0 to 100 എത്താൻ നിങ്ങൾക്ക് ഒരു യൂട്ടേൺ എടുക്കാൻ നിങ്ങൾ ചിന്തിക്കാനുള്ള രീതി മാറ്റിയാൽ മാത്രം മതി. നോ ഡൗട്ട്. വളരെ സാമർഥ്യത്തോടി, വളരെ സ്മാർട്ടായിട്ട്. നമ്മളെല്ലാവരും സ്മാർട്ട് ഫോൺ ഇരിപ്പുണ്ടല്ലേ? ഈ സ്മാർട്ട് ഫോണിന്റെ ഉപയോഗം നമുക്കാണ് അറിയുന്നത്. നമ്മുടെ വീട്ടിലുള്ള മകന്റെ മകനോ അല്ലെങ്കിൽ മകനോ അറിയുന്നത്. നിങ്ങളുടെ വീട്ടിൽ 5 വയസ്സ് 6 വയസ്സുള്ള കുട്ടിക്ക് സ്മാർട്ട് ഫോൺ നോക്കാൻ അറിയാം. നിങ്ങൾക്ക് അത്ര നോക്കാൻ അറിയാൻ പാടില്ല. കുഴപ്പമില്ല, അത് സ്വാഭാവികമാണ്. പക്ഷെ നിങ്ങൾ അറിഞ്ഞിരിക്കണം, ആ സ്മാർട്ട് ഫോൺ കൊണ്ട് എന്തോരം കാര്യം ചെയ്യാൻ പറ്റും. ഇതേപോലെ ഈ ബിസിനസ് സ്മാർട്ടായിട്ട് ചെയ്യേണ്ട ബിസിനസ്സാണ്. ഇതിനെ മനസ്സിലാക്കേണ്ടത് സ്മാർട്ടാണ് മനസ്സിലാക്കേണ്ടത്. ഞാൻ അങ്ങനെ എടുക്കാൻ സാധിച്ചത് എന്റെ സ്പോൺസേഴ്സും ആ ടീമും തന്ന ആ ഗൗരവത്തോടെ പറഞ്ഞുതന്ന പല കാര്യങ്ങളാണ്. ഒരു ലക്ഷ്യബോധം നമുക്ക് വേണം. ഒരു ഗോൾ സെറ്റ് ചെയ്ത് വർക്ക് ചെയ്യണം. വെറുതെ വർക്ക് ചെയ്തിരിക്കും, ഞാൻ അവിടെ പോയി ഇവിടെ പോയി ഒന്നും പറയരുത്. ഒരു ലക്ഷ്യബോധത്തോടെ ഇന്ന് വർക്ക് ചെയ്യണം. ഒരു കറക്റ്റ് ഡ്രീം വെച്ചുകൊണ്ട് വർക്ക് ചെയ്യാൻ. ആ സ്വപ്നങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യേണ്ടത്. എന്റെ സ്ക്രീനിന് ബാക്ക് ഉണ്ടോ? ആ സ്വപ്നങ്ങൾ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. എന്റെ സ്വപ്നങ്ങൾ എഴുതി വെച്ചേക്കുക. ആ സ്വപ്നങ്ങൾ വെച്ചാൽ വർക്ക് ചെയ്യുന്നത്. ഞാൻ എന്റെ മൊബൈലിൽ നോക്കിയാൽ ഇത് കാണാൻ പറ്റും. അപ്പൊ എപ്പോ ഞാൻ എന്റെ വർക്ക് കഴിയുന്നോ അപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും. എന്റെ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടോ? എന്റെ ഇൻകം 8-12-77 5,01,000 50 മില്യനേഴ്സിന്റെ ടീമിന് സൃഷ്ടിക്കുക. താഴെ ഡ്രീം ഹൗസ് വെച്ചിട്ടുണ്ട്, മേളിൽ ഡ്രീം കാർ, മേഴ്സീഡസ് ബെൻസ്, അതിന്റെ ഡേറ്റ് വെച്ചിട്ടുണ്ട്. അപ്പൊ എന്റെ സ്ക്രീൻ ഇതിൽ നോക്കിയാണ് കാണുന്നത് ആ ഫോട്ടോസാണ്. അത്ര ചങ്കൂറ്റത്തോടേക്ക് ചെയ്യാൻ പറ്റുന്നതുകൊണ്ടാണ് ഞാൻ ചെയ്യുന്ന ബിസിനസ് അത്ര ശക്തമാണെന്ന് മനസ്സിലാക്കിയപ്പോഴാണ് എന്റെ കോൺഫിഡൻസ് കൂടിയത്. ഇനി നമുക്ക് അടുത്തയിലേക്ക് പോവാം. അപ്പൊ നമുക്ക് സ്വപ്നങ്ങൾ വേണമെന്ന കാര്യം മസ്റ്റായി നിങ്ങൾ ധൈര്യമായിട്ട് എഴുതി വെച്ചു. അതെങ്ങനെ നമുക്ക് നേടാൻ പറ്റും നോക്കാം. ഒരവസരം മോദിക്ക് ഒരു വലിയൊരു അവസരമാണ്. അനന്തമായ സാധ്യതകളാണ്. നമ്മള് ദൈനംദിനം വീട്ടിലെടുക്കുന്ന ചെറിയ ചെറിയ ഷോപ്പിംഗ്, അത് നേരെ ആ ഷോപ്പ് ഒന്ന് മാറ്റിയാൽ മതി. ഉണ്ടോ? ആ ഷോപ്പ് ഒന്ന് ഷിഫ്റ്റ് ചെയ്ത് മോദിക്കുള്ളിലാക്കിയാൽ മതി. പ്രതിദിന സമ്പാദ്യം, ആ ഷോപ്പിംഗ് നമുക്ക് എന്താണ് മാറും? നിങ്ങളുടെ ഇൻകം ആയിട്ട് മാറുകയാണ്, നിങ്ങളുടെ ഏണിങ്സ് ആയിട്ട് മാറുകയാണ്. പ്ലസ് ആജീവനാന്ത അവസരം, ലൈഫ് ടൈം ഓപ്പർച്യൂണിറ്റിയാണ്. എന്നും വരുമാനം. ഞാൻ പറഞ്ഞു, ഞാൻ ഗവൺമെന്റ് സർവീസിലായിരുന്നു, റിട്ടയർ ചെയ്തു. എന്റെ ഇൻകം, എന്റെ പെൻഷൻ എന്ന് പറഞ്ഞാൽ സർവീസ് നിൽക്കുന്ന 4/1 പെൻഷൻ കിട്ടുള്ളൂ. അതുകൊണ്ട് ജീവിക്കാൻ പകരം ഞാൻ ഓൾറെഡി ആ ലൈഫ് സ്റ്റൈലിൽ എത്തിക്കഴിഞ്ഞാളാണ്. എനിക്ക് തിരിച്ചു അതേ ലൈഫ് സ്റ്റൈലിൽ പോകാൻ പറ്റില്ല. അപ്പൊ എനിക്ക് മനസ്സിലായി എനിക്ക് എന്തായാലും ഒരു അഡീഷൻ കിട്ടിയേ പോകും. അപ്പൊ ശരിക്കും ഇവിടെ ഞാൻ കണ്ട 2 വ്യക്തികളെ ഞാൻ
പരിചയപ്പെട്ട രണ്ട് വ്യക്തികളെ ഈ ബിസിനസ്സിന് പരിചയപ്പെട്ട രണ്ട് വ്യക്തികളെ ഞാൻ ജസ്റ്റ് ഷെയർ ചെയ്യാം. ഒന്ന് ജേക്കബ് സാറാണ്, കണ്ണൂർ സ്വദേശിയാണ്. അദ്ദേഹം ബിസിനസിന്റെ തുടക്കകാലത്ത് ഒരു 10-25 വർഷം മുമ്പ് ഒരു വണ്ടി ഓടിക്കുന്ന സ്ഥലത്ത് ഒരു ആക്സിഡന്റിൽ അദ്ദേഹം മരണപ്പെട്ടു. അതിന് മകൻ ആ വണ്ടിയിൽ നിന്ന് തെറിച്ചു പോയി റോഡ് സൈഡിൽ വീണ് അദ്ദേഹം രക്ഷപ്പെട്ടു. ആ പയ്യൻ രക്ഷപ്പെട്ടു. ആ കഴിഞ്ഞ 22 വർഷം ആ പയ്യനെ വിദ്യാഭ്യാസം ചെയ്ത് പഠിപ്പിച്ചത് അച്ഛനും അമ്മയും അന്ന് ചെയ്ത മോദി കെയർ ബിസിനസിന്റെ ഇൻകം കൊണ്ടാണ് എന്ന് നോക്കുമ്പോൾ ഇതിന്റെ ബ്യൂട്ടി എന്താന്ന് ആലോചിച്ച്. ആ കുടുംബം രക്ഷിക്കാൻ സഹായിച്ചത് മോദി കെയർ കൊണ്ടാണ്. ഇതുപോലെ നമ്മളെ കൊല്ലത്തുള്ള ഫാത്തിമ മാഡം, ജെബിസ് ഫാത്തിമ എന്ന് പറയും. ജെബിസ് സാറ് ബിസിനസ് ചെയ്തു. ഒരു 4 വർഷം മുമ്പ് അദ്ദേഹം മരണപ്പെട്ടപ്പോൾ കിട്ടുന്നേക്കാൾ കൂടുതൽ വരുമാനം ഇപ്പോ അതിന്റെ വൈഫ് ഫാത്തിമ മാഡത്തിന് ലഭിക്കുന്നുണ്ട്. കൊല്ലം സ്വദേശിയാണ്. നമുക്കിത് കാണാൻ ഞാൻ എന്റെ ഒരുപാട് എക്സാമ്പിൾ എടുത്തു. ഞാൻ 2 എക്സാമ്പിൾ മാത്രമേ പറയുള്ളൂ. അപ്പൊ നമ്മൾ അറിയണം, വെറുതെ പൈസ ചെലവാക്കരുത്. നമ്മുടെ പണം പ്രതിദിന ഷോപ്പിങ്, പ്രതിദിന സമ്പാദ്യം എന്താണെന്നറിയോ, നമുക്ക് പഠിക്കേണ്ട കാര്യമാണ്. എങ്ങനെയാണ് നമ്മുടെ സമ്പത്തിനെ വർദ്ധിപ്പിക്കുന്ന കാര്യം, അതും ഇതിനോട് പഠിപ്പിക്കുകയാണ്. ഫിനാൻഷ്യൽ ലിറ്ററസി ഇതിന്റെ ട്രെയിനിങ് പഠിപ്പിച്ചു തരികയാണ്. പ്ലസ് ആജീവനാന്ത അവസരം, ആ ലൈഫ് ടൈം ബിസിനസ്. ഒരിക്കൽ ഒരു 2 to 5 നിങ്ങൾ ചെയ്ത ശേഷം നിങ്ങൾക്ക് റിട്ടയർ ചെയ്യാം. ഇതിന്റെ പ്രൊഡക്റ്റൊക്കെ വാങ്ങിച്ച് ഉപയോഗിച്ച് ബിസിനസ്സിൽ ആക്റ്റീവായിട്ട് നിൽക്കാൻ മാത്രം ചെയ്യാൻ മതി. റിട്ടയർ ചെയ്യാം. ആക്റ്റീവ് പ്രൊഡക്റ്റൊക്കെ വാങ്ങിച്ചു നിന്ന് നിൽക്കാം, ഫംഗ്ഷനിൽ പോയി നിൽക്കാം. അങ്ങനെ ചെയ്യുന്ന 25 വർഷം പഴക്കമുള്ള നിരവധി ലീഡേഴ്സ് ഇന്ന് കേരളത്തിലും ഇന്ത്യയിലുണ്ട്. ലക്ഷങ്ങൾ വരുമാനം വാങ്ങിക്കുന്ന ആളുകൾ. ഇപ്പൊ 2 to 5 വർക്ക് ചെയ്ത് നിങ്ങൾക്ക് റിട്ടയർ ചെയ്യാന്ന് പറഞ്ഞാൽ അതൊരു വലിയ ഇൻട്രസ്റ്റിംഗ് കാര്യമില്ല. ദാറ്റ് ഇസ് മോദി കെയർ. ഇത് എത്ര പേർക്ക് അറിയാം? ഇതാണ് പഠിക്കേണ്ടത്. നമ്മൾ കണ്ട മോദി കെയറല്ല ഇപ്പോഴത്തെ കണ്ട മോദി കെയർ. ഈ മോദി കെയറാണ് യഥാർത്ഥ മോദി കെയർ. സമീർ മോദി സാർ നമുക്ക് വേണ്ടി വലിയ സ്വപ്നങ്ങൾ കണ്ടാണ് ഈ ബിസിനസ് ബിൽഡ് ചെയ്യണത്. അതിന്റെ സ്വപ്നമാണ് എന്നെ ഏറ്റവും സ്ട്രൈക്ക് ചെയ്യണത്. ആസാദി ഫോർ എവറി ഇന്ത്യൻ. ഓരോ ഇന്ത്യക്കാർക്കും ആസാദി കൊടുക്കുക. അങ്ങനെ ചങ്കുറ്റത്തോടെ പറയാൻ എത്ര പേര് ഇന്ത്യയിലുണ്ട്, എത്ര രാഷ്ട്രീയക്കാർക്ക് സാധിച്ചിട്ടുണ്ട്. അതൊന്നും ചെയ്യാത്ത കാര്യം അദ്ദേഹം ചെയ്യുമ്പോൾ നമ്മൾ അദ്ദേഹം വിശ്വസിക്കണ്ടേ? കാര്യം ഇത് ഓൾറെഡി തന്നെ അമേരിക്ക പോലുള്ള രാജ്യങ്ങളിലെ ഏറ്റവും സമ്പന്നന്മാരെ സൃഷ്ടിച്ച ബിസിനസ് എനിക്കറിയാം. നിങ്ങൾക്ക് അത് യൂട്യൂബിൽ കയറി നോക്കിയാൽ കുറെ വിവരങ്ങൾ തുടങ്ങും. സോ വെറുതെ പൈസ ചെലവാക്കരുത്, സമ്പാദിച്ചു തുടങ്ങുക, വളരാൻ തുടങ്ങുക. ഇന്ന് ഈ ന്യൂ ഇയറിൽ നമുക്ക് അതിനുള്ള ഒരു നല്ല തുടക്കമായി മാറട്ടെന്ന് ഞാൻ ഒരിക്കലും ആശംസിക്കുകയാണ്. മോദി കെയർ ഇന്ത്യയിലെ ആദ്യത്തെ ഡയറക്ട് സെല്ലിംഗ് കമ്പനിയാണ്. 1996 ആരംഭിക്കുന്നത്. അത് പഠിക്കേണ്ട വിഷയമാണ്. ദശലക്ഷക്കണക്കിന് ഡയറക്ട് സെല്ലർമാരുടെ ജീവിതം ഇത് മാറ്റിമറിച്ചു. ദശലക്ഷക്കണക്കിന് ആൾക്കാരുടെ ലൈഫ് മാറ്റിമറിച്ചു. അതാണ് പഠിക്കേണ്ടത്. അപ്പൊ 1-2 ആൾക്കാരല്ല, അത്രയും ആൾക്കാരെ മാറ്റിമറിക്കാൻ ഇന്ന് 57 ലക്ഷം ആളുകൾ ഈ ബിസിനസ്സിൽ പാർട്ട് ടൈം ആയിട്ടും ഫുൾ ടൈം ആയിട്ടും അവർ ഇതിന്റെ പ്രൊഡക്റ്റ് വാങ്ങിച്ചും 57 ലക്ഷം ആൾക്കാർ ഇതിന്റെ എൻട്രി ചെയ്തിട്ടുണ്ട്. അതും ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ്. കാര്യം ഇതിന്റെ പാരമ്പര്യം നോക്കി. ഈ മോദി ഗ്രൂപ്പ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ആ മോദി ഗ്രൂപ്പ് 92 വർഷത്തിനകം പാരമ്പര്യമുള്ള കമ്പനിയാണ്. അവരുടെ പാരമ്പര്യം അതാണ് പറഞ്ഞ അത്ര ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു കമ്പനിയിലാണ് നമ്മൾ വന്നേക്കണമെന്നുള്ളത് നമ്മുടെ ഭാഗ്യം. ഒരു $multi-billion ആഗോള കമ്പനിയാണ് മോദി എന്റർപ്രൈസസ്. 1933 തുടങ്ങുന്നത്. കണ്ടാ, 1933 തുടങ്ങിയ കമ്പനി 400 രൂപ മുടക്കി ഒരു ചെറിയ ഫാക്ടറിയിൽ തുടങ്ങിയ കമ്പനി ഇന്ന് 27 വ്യവസായങ്ങള്. അന്ന് അദ്ദേഹത്തിന്റെ ഗ്രാൻഡ് ഫാദർ മിസ്റ്റർ റായ് ബഹദൂർ ഗുജറാൾ മോഡി, ഞാൻ അതിനെ സല്യൂട്ട് ചെയ്യാൻ. കാരണം അറിയോ, അദ്ദേഹം ആ സമയത്ത് 33 നമ്മളും ജനിക്കുന്നതിന് മുമ്പ് ഇന്ത്യയിലെ 27 വ്യവസായങ്ങൾ ആരംഭിച്ചു. നമ്മുടെ രാജ്യം പുരോഗമിക്കാൻ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്ത കമ്പനിയാണ് മോദി ഗ്രൂപ്പ്. ടാറ്റ, ബിർള, ഗോയങ്ക, ടാപ്പർ, മോഡി. ആ മോഡിയാണിത്. 5ാം സ്ഥാനത്തേക്ക് മോഡി. അദ്ദേഹം അന്ന് ചെയ്തു വെച്ച ആ വർക്കിന്റെ തുടർച്ച അതിന് രാജ്യം പത്മഭൂഷൺ നൽകി ആദരിച്ചു അദ്ദേഹത്തിന്. അദ്ദേഹത്തിന്റെ മകനാണ് മിസ്റ്റർ കിഷൻ കുമാർ മോഡി, കെ മോഡി. കെ മോഡി അച്ഛൻ ചെയ്ത ബിസിനസ് നേരെ ഏറ്റെടുത്തു. അത് 120 രാജ്യങ്ങളിലേക്ക് എക്സ്പാൻഡ് ചെയ്തു. അതോടുകൂടി വളരെ സമ്പന്നമായി ആ കമ്പനി മാറി. 90,000 കോടിയിലധികം ഡെവലപ്പ് ചെയ്തു. 32,000 എംപ്ലോയീസ് വർക്ക് ചെയ്യുന്നുണ്ട്. 120 രാജ്യങ്ങളുണ്ട്. വേറെ കാര്യം പറഞ്ഞുതരാം. നമ്മള് ട്രെയിനിലേക്ക് കയറുമ്പോൾ ട്രെയിനിന്റെ ഗ്ലാസ് നോക്കിയാൽ മതി. ആ ഗ്ലാസ് മോഡി ഗ്ലാസ് ആണ്. അത്ര സ്ട്രോങ് ആയ ഗ്ലാസ് ആണ്. കണ്ടോ? ആ ഗ്ലാസ് മോഡി ഗ്രൂപ്പിന്റെ. മോഡി ടയർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. മോഡി ത്രെഡ്. ഇതൊക്കെ ലോകോത്തര നിലവാരമുള്ള എക്സ്പോർട്ട് ചെയ്യുന്ന നിലവാരത്തിലുള്ള ഉൽപ്പന്നങ്ങളാണ്. അങ്ങനെ അത്ര വലിയ ഹ്യൂജ് ടേൺ ഓവർ ഉള്ള ഒരു കമ്പനിയുടെ ഭാഗഭാക്കാകാൻ നമുക്ക് ചാൻസ് ലഭിച്ചു. ഒപ്പം മനസ്സിലാക്കണം, ഇത് പബ്ലിക് ലിമിറ്റഡ് കമ്പനി, ഇന്ത്യയിലെ ഏക പബ്ലിക് ലിമിറ്റഡ് കമ്പനിയാണ് മോദി കെയർ ലിമിറ്റഡ്. ഒരു പൊതുമേഖലാ സ്ഥാപനമാണ്. അപ്പൊ അത്ര ശക്തമായി ക്വാളിറ്റിയും
എല്ലാ കാര്യങ്ങളും 100 എല്ലാ പ്രൊഡക്റ്റിന്റെ ബാക്കിൽ എഴുതി ഒപ്പിട്ട് കൊടുക്കുന്ന ഒരു MD ആണ് ഈ കാണുന്ന അതിന്റെ മകൻ കെ മോയുടെ മകൻ, നമ്മളെ കാണുന്ന ഈ വ്യക്തി. എല്ലാ ബാക്കിൽ ഒപ്പിട്ടുന്നുണ്ട്. ഐ പേഴ്സണലി ഗ്യാരണ്ടി 100% റീഫണ്ട് ഓഫ് ദ പ്രൊഡക്റ്റ് ഇഫ് യു നോട്ട് സാറ്റിസ്ഫൈഡ്. നിങ്ങൾക്ക് തൃപ്തിയില്ലെങ്കിൽ ഞാൻ ആ പൈസ മടക്കി തന്നേക്കാം. ആ ചങ്കുറ്റം കാണിക്കാൻ ആർക്കും ഇന്ത്യയിൽ ധൈര്യം കിട്ടിയിട്ടില്ല. സോ പല പ്രത്യേകത നിറഞ്ഞാൽ ഈ ഒരു ഭാഗം അത്ര ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ജീവിതത്തെ മാറ്റിമറിക്കുന്ന ഞങ്ങളുടെ ഉൽപ്പന്നങ്ങളുടെ ഗുണങ്ങൾ ആസ്വദിക്കൂ. 18 ഭാഗങ്ങളായിട്ട് 470-ലധികം ഉൽപ്പന്നങ്ങൾ, 890-ലധികം SKUs. അപ്പൊ അത്രയും സ്റ്റോക്ക് യൂണിറ്റ് നമ്മളിലുണ്ട്. അപ്പൊ ഈ ഇരിക്കുന്ന ഓരോരുത്തരും, എന്നെ കേൾക്കുന്ന ഈ 170 പേരും ചിന്തിക്കേണ്ടത്, നിങ്ങൾ ഓരോരുത്തരും ഈ 170 ഉൽപ്പന്നങ്ങളുടെ വിതരണാവകാശം തന്നേക്ക് കമ്പനി. വിതരണാവകാശം, ഡിസ്ട്രിബ്യൂഷൻ നിങ്ങൾക്ക് കിട്ടുക. വിതരണാവകാശം നിങ്ങൾക്ക് ഇന്ത്യ ഒട്ടാകെ ഇത്രയും ഈ കമ്പനിയുടെ 470 കാറ്റഗറിയിലെ 890 പ്രൊഡക്റ്റും വിതരണം ചെയ്യാനുള്ള അവകാശം കമ്പനി തന്നേക്കുക. വിതരണാവകാശം ഓരോരുത്തർക്കും. എന്നെ കേൾക്കുന്ന ഈ 170+ ആൾക്കാർ മുഴുവൻ പേർക്ക് ഇത് കിട്ടുകയാണ്. ഇവിടെ എന്താ പഠിക്കേണ്ടത്? ഇവിടെ സമ്പത്തിന്റെ പുനർവിതരണം നടക്കുന്നത്. കാര്യം ഇടനിലക്കാരോ പരസ്യക്കാരോ ഇല്ല. കമ്പനി നേരിട്ട് കൺസ്യൂമറിന് കൊടുക്കുക. ക്വാളിറ്റി 100% ഗ്യാരണ്ടി ഉണ്ട്. അപ്പൊ നമ്മുടെ ചോദ്യം എന്താണ്? ഈ പ്രോപ്പർ ആയിട്ടുള്ള വിതരണ ശൃംഖല വർദ്ധിപ്പിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. വിതരണ ശൃംഖല വർദ്ധിപ്പിക്കുക, നിങ്ങളുടെ വോളിയം വർദ്ധിപ്പിക്കുക. അതിലൂടെ ഇടനിലക്കാർക്കും പരസ്യക്കാർക്കും കൊടുത്തിരുന്ന ഭീമമായ തുക നിങ്ങൾക്ക് തിരിച്ചിരുന്നു. അതായത് റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത്, സമ്പത്തിന്റെ പുനർവിതരണം. എക്കണോമിക്സിലൊക്കെ പഠിക്കുമ്പോൾ അറിയാൻ പറ്റും സമ്പത്തിന്റെ പുനർവിതരണം നടക്കുന്നത്. ഇതുകൊണ്ടാണ് ഇത് വർക്ക് ചെയ്യുന്ന എന്റെ സ്പോൺസർ ഒരു ദിവസം ഇൻകം 10 ലക്ഷം രൂപയും 1 ലക്ഷം രൂപയും 1 ലക്ഷം രൂപ ഒരു മാസം 30 ലക്ഷം ഇൻകമായി. എനിക്കറിയാം അവര് വരുന്ന ചുരുങ്ങിയ സമയത്തിൽ 1 കോടി എത്തും. എനിക്കറിയാം. കാരണം അവരുടെ സ്പോൺസർ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സിലെ ചീഫ് എഞ്ചിനീയർ. എന്റെ സ്പോൺസറുടെ പേര് ജിഷാദ് ബക്കർ ആൻഡ് ദിനേശ് നാരായണനാണ്. അവരുടെ സ്പോൺസർ നിൽക്കുന്നത് ഫിലിപ്പ് സിംഗ് ആൻഡ് നീന ഫിലിപ്പാണ്. ബാംഗ്ലൂരിലത്തെ ഇന്ത്യയിലെ പൊതുമേഖലാ സ്ഥാപനമായിട്ടുള്ള HALന്റെ ചീഫ് എഞ്ചിനീയർ ആണ് വ്യക്തിയാണ് ഫിലിപ്പ് ആൻഡ് നീന ഫിലിപ്പ്. അവർ 40 ലക്ഷം വരുമാനം വായിക്കണം മാസം. അവരുടെ സ്പോൺസർ വ്യക്തി 1.25 കോടി രൂപ വരുമാനം വായിക്കുന്നു. അവർ പേരറിയണ്ടേ? ഡോക്ടർ സുരേഖ ഭാർഗവ. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഈ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ വരുമാനം വായിക്കുന്ന വ്യക്തിയാണത്. അത് മോദി കെയറിലെ ഹെഡാണെന്ന് പറയുമ്പോൾ, മോദി കെയറിന്റെ ടോപ്പ് നിൽക്കുന്ന ലീഡറാണെന്ന് പറയുമ്പോൾ എന്റെ സ്പോൺസറായി പറയുന്നത്. എനിക്കറിയാം അതാണ് ഇൻഡസ്ട്രിയുടെ സൈസ്. ഇത് മനസ്സിലാക്കി വേണം നിങ്ങൾ ബിസിനസ് ചെയ്യാൻ. അയൽവെത്തിക്കുന്ന ശങ്കരൻകുട്ടിയോ കേശവൻകുട്ടിയോ മുഹമ്മദ് കുട്ടിയോ പറഞ്ഞിട്ട് നടക്കൂല എന്ന് പറഞ്ഞാല് നടക്കൂല എന്ന് അവർ പറഞ്ഞു. അവരുടെ കാര്യം പറഞ്ഞത്. എന്നോടും പലരും നടക്കൂല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ശരി, താങ്ക് യു സാർ എന്ന് ഞാൻ അവർക്ക് ക്ഷയിക്കാൻ കൊടുത്തു. അല്ല സാറാ, ഞാൻ സാറിനോട് ഇഷ്ടം കൊണ്ട് പറയാണ്. ഞാൻ പറഞ്ഞു എന്റെ പൊന്ന് ചങ്ങാതി, ഞാൻ എന്റെ പ്രൊഡക്റ്റ് കഴിച്ചിട്ട് എന്റെ ആരോഗ്യം മെച്ചപ്പെട്ടു, എന്റെ വണ്ണം കുറഞ്ഞു. ഞാൻ കൊടുത്ത ആൾക്കാർക്ക് നല്ല വണ്ണം കുറഞ്ഞു, അവർ ആരോഗ്യം മെച്ചപ്പെട്ടു, അവർ നല്ല വരുമാനം വാങ്ങിച്ചു തുടങ്ങി. അതിന് 5 പേര് കാർ അച്ചീവറുമായി. ഒരാൾ 17 കാർ കൊടുത്തു. ഞാൻ എന്റെ ബാക്കിൽ ഒരു കാറിന്, ഞാൻ വാങ്ങിച്ച കാറ് മഹീന്ദ്രയുടെ കാറാണ്, 17 ഇത് ഈ ബിസിനസ്. അപ്പൊ അങ്ങനെ ഉണ്ടല്ലേ? അതെങ്ങനെ സാധനം ചെയ്ത് കണ്ടാ? അല്ല, ഞാൻ 10 വർഷം മുമ്പ് സ്റ്റാർട്ട് ചെയ്യാണ്. അന്ന് എനിക്കൊന്നും അറിയില്ലായിരുന്നു. ഞാൻ അറിയില്ലെങ്കിൽ പറയാതിരിക്കുക. ഇങ്ങനത്തെ നമ്മൾ തെറ്റിദ്ധരിപ്പിക്കുന്ന ആളുകൾ എപ്പോഴും ഉണ്ട്. നിങ്ങൾ നന്നാവണമെന്ന് ഇഷ്ടപ്പെടുന്നത് എത്ര പേരുണ്ട്? നെഞ്ചി കൈവച്ച് പറ, എത്ര പേരുണ്ടെന്ന് ആലോചിക്കും. അപ്പൊ അറിയാം ഞാൻ എന്താ പറഞ്ഞത്. ഇത് ശരിക്കും ഇഷ്ടപ്പെട്ടാൽ മാത്രം മതി എന്ന ഗ്യാരണ്ടിയോടി ആ എല്ലാ പൗഡറിന്റെ ബാക്കിലും ഒപ്പിട്ട് കൊടുത്ത് കമ്പനി കൊണ്ടുപോവാം. അങ്ങനെ അതേ കാണും. നോക്കൂ, വെൽ ന്യൂട്രീഷൻ ഹെൽത്ത് ആൻഡ് വെൽനസ് ബ്രാൻഡ്, വെൽ കാറ്റഗറിയാണ്. അതാണ് ഏറ്റവും കൂടുതൽ ഹിറ്റ് ചെയ്യപ്പെട്ട, ഒരുപാട് അവാർഡുകൾ വാങ്ങിച്ച ഒരു പ്രൊഡക്റ്റാണത്. ആർബൻ കളർ ഇപ്പൊ കമ്പനിക്ക് ഏഷ്യയിലെ ഏറ്റവും മികച്ച 3 അവാർഡ് ലഭിച്ചു. എത്ര പേര് അറിഞ്ഞു എനിക്ക് ഞാൻ പറഞ്ഞ. കഴിഞ്ഞ ആഴ്ച ഏഷ്യയിലെ ഏറ്റവും മികച്ച ബ്രാൻഡുകൾ അവാർഡ്, ഉൽപ്പന്നങ്ങൾക്ക് അവാർഡ്, ബിസിനസ് അവാർഡ് നമുക്ക് ലഭിച്ചു. ഇതിനകത്ത് ആർബൻ കളർ കോസ്മെറ്റിക്സ് ആണ്. ലോകത്തിൽ നമ്പർ 1 കമ്പനി എലിസബത്ത് ആർഡൻ, രണ്ടാമത്തെ കമ്പനി ഗുച്ചി, തേർഡ് കമ്പനി കളബാർ USA. ആ കളബാർ USA ഓൺ ചെയ്യുന്നത് സമീർ മോദി സാറാണ്, നമ്മുടെ ഓണറാണ്, നമ്മുടെ കമ്പനിയാണ്. അങ്ങനെ ശ്ലോക, കുക്കു, വാട്ടർ പിക്ചർ, വെലോസിറ്റി, നമുക്ക് വേണ്ട ഗ്രൂമിംഗ് റേഞ്ചിൽ ഐറ്റംസ് ആണ്. ആണുങ്ങൾക്ക് സൗന്ദര്യം ഉണ്ടാക്കാൻ ആവശ്യമുള്ള ഐറ്റംസ് ആണ് വെലോസിറ്റി. ഷേവിംഗ് ക്രീം, ഷേവിംഗ് ബ്ലേഡ്, അങ്ങനത്തെ ഐറ്റംസ് മുഴുവൻ ഉണ്ട്. ഫുഡ് ഓഫ് ഇതിനകത്ത് നമുക്ക് എല്ലാവർക്കും വേണ്ട പേഴ്സണൽ കെയർ റേഞ്ചിൽ ഉൽപ്പന്നങ്ങൾ. ഫ്രഷ് മൊമെന്റ്സിനകത്ത് പല്ല് സംരക്ഷിക്കുന്ന ഡെന്റൽ സൊല്യൂഷൻസ്, അങ്ങനെ പറയാം കണ്ടോ, അതാണ് വാക്കുണ്ട്. ഡെന്റൽ സൊല്യൂഷൻ. നമ്മൾ പല്ലിന്റെ പ്രശ്നങ്ങൾ മുഴുവൻ പരിഹരിക്കാം. പല്ലിന് ഇനി കേട് വരില്ല. ഉള്ള കേട് കമ്പനി പോവുകയും ചെയ്യും.
കഴിഞ്ഞ 6 വർഷമായിട്ട് ഞാൻ ഈ പറഞ്ഞ ഉൽപ്പന്നങ്ങൾ മുഴുവൻ എന്റെ വീട്ടിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദ്യം പറയുന്ന കാര്യം സെൽഫ് യൂസ് ആണ്. എന്നിട്ട് ബാക്കി ചെയ്താൽ മതി. ആദ്യം നിങ്ങൾ സ്വയം ഉപയോഗിക്കുക. അല്ലാതെ ബിസിനസ് സംസാരിക്കരുത്. അതിനുള്ള അർഹത നമുക്കില്ല. കാര്യം ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ആ കടയങ്ങ് മാറ്റി ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കാൻ തുടങ്ങി. എസെൻഷ്യൽ, സാലോൺ, അങ്ങനെ ഐറ്റംസ്, മുടി കളർ ചെയ്യുന്ന ഐറ്റംസ്, ദെൻ സോൾട്ട് ഫ്ലവേഴ്സ്, അങ്ങനെ ഫുഡ് ആൻഡ് ബെവറേജിനകത്ത് ഏഷ്യയിലെ ഏറ്റവും മികച്ച തവടെണ്ണ, ഏറ്റവും മികച്ച നെയ്യ്, പഞ്ചസാര വീട്ടിൽ ഉപയോഗിക്കരുത്, അതിന് പകരം സ്റ്റീവി ഉപയോഗിക്കണം. ഇതൊക്കെ ഞാൻ മനസ്സിലാക്കി ഇതിനകത്തുനിന്നാ. ആരോഗ്യ വകുപ്പിൽ ഞാൻ പഠിച്ചില്ല. ആ സ്റ്റീവി അന്നുകൊണ്ട് ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങി. കാര്യം നമുക്ക് ഷുഗർ ലെവൽ ഒരിക്കലും കൂടത്തില്ല. അത് മധുരത്തുളസിയുടെ എക്സ്ട്രാക്റ്റ് ആണ്. സോൾട്ട് ഫ്ലവേഴ്സ്, ആ റേറ്റിൽ റേഞ്ച് ചെയ്യുന്ന ഐറ്റംസ് കുറെ ഉണ്ട്. ചായപ്പൊടി, കാപ്പപ്പൊടി, എല്ലാ മസാലകളും, എല്ലാ നല്ല ലേറ്റസ്റ്റ് ക്വാളിറ്റി വെളിച്ചെണ്ണകൾ. ഇപ്പൊ നമുക്കറിയാം നിരവധി മസാല കമ്പനികൾ പിടിച്ചു. മോദിഗർ കമ്പനി ചെക്ക് ചെയ്തു, മോദി കമ്പനി കുഴപ്പമില്ലാതെ മനസ്സിലാക്കി തിരിച്ചു കൊടുത്തു. ബാക്കി കമ്പനി പിടിച്ചവർക്ക് 1 ലക്ഷം തൊട്ട് 5 ലക്ഷം വരെ ഫൈൻ അടിച്ചു. ഒരു പത്രങ്ങളിലും വന്നില്ല, ഒരു ടിവിയിലും വന്നില്ല. അതെന്തുകൊണ്ടെന്ന് ഞാൻ ഉത്തരം പറയുന്നില്ല. നിങ്ങൾ സ്വയം മനസ്സിലാക്കി നോക്കുക. ഇവിടെ സത്യസന്ധമായ രീതിയിൽ കമ്പനി ഈ കഴിഞ്ഞ 29 വർഷം ഇന്ത്യ വർക്ക് ചെയ്യുന്നു. ഞാൻ കണ്ട കാര്യം, ഈ 6 വർഷം കൊണ്ട് പഠിച്ച കാര്യം നിങ്ങൾ ഷെയർ ചെയ്യുന്നത്. ഹോം കെയർ, നിങ്ങളെ വീട് കെമിക്കൽസ് ഇല്ലാത്ത വീടാക്കി മാറ്റാം. അതിന് ഹോം കെയർ ചെയ്യുന്നത്. വാഷ് മെയ്റ്റ്, ഡ്രസ്സുകൾക്ക് കെമിക്കൽസ് ഇല്ല. അപ്പോ കെമിക്കൽസ് ഇല്ലാണ്ട് ആ വെള്ളം, കഴുകിയ വെള്ളം കൊണ്ട് നമ്മൾ ചെടിച്ചോടിച്ചാൽ ചെടി നന്നായിട്ട് വളരും. ഓട്ടോ കെയർ, എന്റെ വണ്ടി ഞാൻ കഴുകുന്നത് ഇതുകൊണ്ടാണ്. ഓട്ടോ കെയർ, അതിനകത്ത് പോളിഷും ഉണ്ട്, വാഷും ഉണ്ട്. സോപ്പ് വാഷ്, നമുക്ക് ജെന്റിലായിട്ടുള്ള നമ്മുടെ കുളിക്കുന്ന റേഞ്ചിലുള്ള ഉൽപ്പന്നങ്ങൾ, ഒരുപാട് റേഞ്ച് സോപ്സും ഷാമ്പുവും ഒക്കെ അതിനകത്തുണ്ട്. ദെൻ വാച്ചസ്, ഈ വാച്ച് നോക്കി, മോദിഗറിന്റെ വാച്ചാണ്. ഞാൻ മറ്റുള്ള കമ്പനിയുടെ വാച്ച് ഉപയോഗിക്കുന്നത്, എന്റെ കമ്പനിയുടെ വാച്ചാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ കമ്പനിയാണ് തോന്നുവാണെങ്കിൽ ഈ വാച്ച് നിങ്ങൾ തരിക. അപ്പൊ എനിക്ക് കുറെ ഡിസ്കൗണ്ട് ലഭിച്ചു, ഞാൻ വാച്ച് ഉപയോഗിക്കുന്നു. അപ്പൊ നമുക്ക് വാച്ച് വായിക്കുമ്പോൾ നമുക്ക് വരുമാനം ലഭിക്കും, കുളിക്കുമ്പോഴും വരുമാനം ലഭിക്കും, പാത്രം കഴുകുമ്പോൾ വരുമാനം ലഭിക്കും. അപ്പൊ നമ്മളെ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് നമ്മൾ ഉപയോഗിച്ചാല് അതിനെല്ലാം വരുമാനം ലഭിക്കുന്ന കാര്യം വളരെ ഇൻട്രസ്റ്റിംഗ് അല്ലേ? ഇതാ പറയുന്നത് ഷോപ്പ് ചേഞ്ച് ചെയ്യാൻ പറഞ്ഞത്. ആ തോട്ട്സ് ആണ് നമ്മൾ പൊടിക്കേണ്ടത്. ആ തോട്ട്സിൽ നിന്നാണ് നമ്മൾ ബിസിനസ് ബാക്കി ആരംഭിക്കുന്നത്. ദെൻ അമൂലി, അത് 18 കാരറ്റ് ഗോൾഡ് പ്ലേറ്റഡ് ഓർണമെന്റ്സ് ആണ്. ആക്ടിവിറ്റി, കൃഷിയിലെ 42% വളരുന്നു. ഞാൻ തവനൂർ കാർഷിക കോളേജിൽ പഠിച്ചിറങ്ങിയ ഒരു വിദ്യാസമ്പന്നനാണ്. ഡിപ്ലോമ ഇൻ അഗ്രി സയൻസ് പാസ്സായവിടെ 3 വർഷം മലപ്പുറം തവനൂര് പഠിച്ചത്. ആ കോളേജിൽ പഠിച്ചിറങ്ങിയപ്പോൾ കൃഷിയെ കുറിച്ച് എനിക്ക് കുറെ അറിവ് ലഭിച്ചു. പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല, നമുക്കറിയാലോ. പഠിച്ചു കഴിഞ്ഞാൽ ആ ജോലി കിട്ടാറില്ല. കിട്ടിയ ജോലി പോയി. അങ്ങനെ PSC ഒഴിക്ക് ഡൽഹിയിലൊക്കെ ജോയിൻ ചെയ്തു. അങ്ങനെയാണ് ഡിപ്പാർട്ട്മെന്റ് മാറേണ്ടി വന്നത്. സോ അതിനകത്ത് ആക്ടിവിറ്റി പഠിക്കുന്നുണ്ട്. കൃഷിയിലെ 42% ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്ന ഉൽപ്പന്നമാണ്. ഇത് പറയാൻ കാരണം ഇതിന്റെ ഏറ്റവും ബാക്ക് ബോൺ എന്ന് പറഞ്ഞാൽ ഈ ക്വാളിറ്റി ഉൽപ്പന്നങ്ങൾ തന്നെയാണ്. എന്നെ ഒരുപാട് ചിന്തിപ്പിച്ച പ്രൊഡക്റ്റ്. ഇതിന്റെ ഇത്രയും ക്വാളിറ്റിയിൽ ഈ സമീർ മോദി സാറിലാണ് ഒരു മനുഷ്യൻ ഇത്രയും ക്വാളിറ്റി ഇറക്കില്ല. അദ്ദേഹം 100% അതില് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് നടത്തിക്കുവാണ് ഈ പ്രൊഡക്റ്റ് ഉണ്ടാക്കിയേക്കുന്നത്. ഇതാണ് നമ്മുടെ വിജയം. അതുകൊണ്ട് നിങ്ങൾ വാങ്ങിച്ച് പൊട്ടിച്ച് ഉപയോഗിച്ച് ഇഷ്ടപ്പെട്ടെങ്കിലും മടക്കി കൊടുത്താൽ പണം മുഴുവൻ തിരിച്ചു ലഭിക്കും. സോ അതിലിപ്പോ ലേറ്റസ്റ്റ് ഇറങ്ങിയ മോദിവയുടെ ഉൽപ്പന്നങ്ങളാണ് ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷനകത്ത് ഷേപ്പ് ഷിഫ്റ്റ്. ഞാൻ നേരത്തെ പറഞ്ഞു, എന്റെ വണ്ണം 9-10 കിലോ കുറച്ചു 3 മാസം കൊണ്ട്. അതിൽ സഹായിച്ചത് ഷേപ്പ് ഷിഫ്റ്റ് എന്ന പ്രൊഡക്റ്റാണ്. അത് സയന്റിഫിക് ആണ്, വെറുതെ ഒന്നും അതിനകത്ത് വേറെ ഒന്നുമില്ല. നാച്ചുറൽ ആയിട്ടുള്ള ഗ്രീൻ ടീ, ഗ്രീൻ കോഫി, അതുപോലെ ഉടമ്പുളി, കടുക്ക, അതുപോലെ എല്ലാത്തരം 3 തരം ഫൈബർ, നമുക്ക് വേണ്ട പ്രോ ആക്റ്റീവ് സംഗതി കുറേകള്, പ്രോബയോട്ടിക്സ് വേറെ. സോ അങ്ങനെ ഒരു കംപ്ലീറ്റ് മിക്സർ അതിനകത്തുള്ളത്. വേറെ കെമിക്കൽസ് ഒന്നുമില്ല. അതുകൊണ്ട് എനിക്ക് എന്റെ വണ്ണം കുറയ്ക്കാൻ സാധിച്ചു. അത് ഞാൻ അതിന് പ്രൗഡാണ്. ഞാൻ അതിലൂടെ ഇപ്പൊ 100 കണക്കിന് ആൾക്കാരുടെ വീട്ടിലേക്ക് വണ്ണം കുറയ്ക്കാൻ അവർ സഹായിച്ചുകൊണ്ടിരിക്കാൻ. ഇനി വരാൻ പോകുന്ന മോദി കെയറിലെ ഏറ്റവും വലിയ സെഗ്മെന്റ് തീർച്ചയായിട്ടും ഷേപ്പ് ഷിഫ്റ്റ് തന്നെയായിരിക്കും. ഇന്ത്യയിലെ 60 കോടി ജനങ്ങൾക്ക് അമിതവണ്ണമുണ്ട്. 60 കോടി ജനങ്ങൾക്ക് അവരെ മീറ്റ് ചെയ്യാൻ ഇവിടുത്തെ കമ്പനികൾക്ക് സാധിക്കുന്നില്ല. അപ്പോഴാണ് ഈ ഷേപ്പ് ചെയ്യുന്ന പ്രൊഡക്റ്റ് നയിക്കുന്നത്. ഇത് വലിയൊരു മൈൽ സ്റ്റോൺ മാറും. ദെൻ ഫോറസ്റ്റ് സെക്ടർ, സൗന്ദര്യവർദ്ധക വസ്തുക്കൾ. ദെൻ കിച്ചൺ സൊല്യൂഷൻസ് ആയിട്ടുള്ള സോൾട്ട് ഷെഫ്, ഭക്ഷണ സാധനങ്ങൾ സൂക്ഷിച്ചു വെക്കാൻ എത്രയും നാളുകൾ സൂക്ഷിച്ചു വെക്കാം. 10 വർഷം സൂക്ഷിച്ചു വെക്കാനും ചീത്താവില്ല. അങ്ങനത്തെ ഒരു പ്രൊഡക്റ്റ് ആണ്. അതിന്റെ ഏറ് മുഴുവൻ സക്ക് ചെയ്ത് കളഞ്ഞിട്ട് അങ്ങനെ സൂക്ഷിക്കുന്ന കണ്ടെയ്നർ. അപ്പൊ കിച്ചൺ സൊല്യൂഷൻസ്, വാക്ക് എടുത്ത് ഞാൻ പറയാണ്, കിച്ചൺ സൊല്യൂഷൻസ്, ബ്യൂട്ടി സൊല്യൂഷൻസ്, അങ്ങനത്തെ ഒരുപാട് സൊല്യൂഷൻ പ്രൊവൈഡായിട്ട് വരുന്നത്. ഒരിക്കലും പ്രൊഡക്റ്റ് കൊണ്ട് വിൽക്കുന്ന ആളായിട്ട് ഒരിക്കലും മാറരുത്. എന്നെപ്പോലെ ഒരാൾ ഈ ബിസ് വരാൻ കാരണം അതുകൊണ്ടല്ല, ഇതിന്റെ ബ്യൂട്ടി കൊണ്ടാണ് വന്നത്. ഒരുപാട് പ്രശ്നം കഴിഞ്ഞ 6 വർഷം കൊണ്ട് പരിഹരിക്കാൻ സാധിച്ചു.
അവരുടെ ഡയബറ്റീസ് പ്രശ്നങ്ങളും അവരുടെ ജോയിന്റ് ഹെൽത്ത് പ്രശ്നങ്ങളും അവരുടെ പല പല ആരോഗ്യ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ എന്നെ കൂടി സാധിച്ചു. അത് എനിക്ക് ഭാഗ്യമായിട്ട് കൂട്ടുക. ഗവൺമെന്റ് സർവീസിൽ പറ്റാതിരുന്ന കാര്യം ഇവിടെ മോദിക്ക് വരുന്ന കമ്പനി നമുക്ക് ഒരു താങ്കും തണലോട്ട് മാറി. ഓക്കെ, ജസ്റ്റ് മോദിക്ക് ഒരു ബിസിനസ് പ്രയോജനം നോക്കുക. ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാന്ന് തന്നെ പറയാം. കുറഞ്ഞ ആരംഭിച്ചാലും മാത്രമേ ഉള്ളൂ നമുക്ക് ആരംഭിക്കും. ഞാൻ പറഞ്ഞെങ്കിൽ 3 മാസം പഠിച്ച് 3 മാസം കൊണ്ട് വീട്ടിലേക്ക് ആവശ്യമുള്ള പ്രൊഡക്റ്റ് ഒന്നിച്ച് വാങ്ങിച്ചുകൊണ്ട് വേണേൽ സ്റ്റാർട്ട് ചെയ്യാം. നിർബന്ധമൊന്നുമില്ല, ഇഷ്ടംപോലെ ചെയ്യാം. ഒരു 10-15 പ്രൊഡക്റ്റ് വാങ്ങിച്ചുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ സാധിച്ചാൽ നിങ്ങൾക്ക് അവിടെ ഒരു ഹോം പാർട്ടി നടത്താൻ പറ്റും. ആ ഹോം പാർട്ടിയിൽ വെച്ച് നിങ്ങളുടെ ഏറ്റവും അടുത്ത ബന്ധുക്കളും വീടുകളും വിളിക്കുക. ഇവിടെ ഒരുപാട് പ്രശ്നങ്ങൾക്ക് സൊല്യൂഷൻസ് സംസാരിക്കുന്നത്. അതിന്റെ ഹോം പാർട്ടി ഉദ്ഘാടനത്തിന് വേണ്ടി നിങ്ങൾ നിങ്ങളുടെ വേണ്ടപ്പെട്ടവരെ വിളിക്കുക. ആ ഉദ്ഘാടനം കഴിയുമ്പോൾ നിങ്ങളുടെ സ്പോൺസർ ആ എല്ലാ കാര്യങ്ങളും അവിടെ പറഞ്ഞു തരും. നാളെ ഞാനൊരു പ്രോഗ്രാമായിട്ട് നാളെ എറണാകുളത്ത് നിന്ന് ആലപ്പുഴ വരെ പോവാണ്. അതിനടുത്ത് വേറെ സ്ഥലത്ത് പോവാണ്, ട്രിവാൻഡ്രത്ത് പോകാൻ പല സ്ഥലങ്ങളിൽ ഞാൻ പോവാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ പ്രോഗ്രാം പറയാൻ. സോ നിഷ്ക്രിയ വരുമാനം 12 വിഭാഗങ്ങളായി നേരത്തെ പറഞ്ഞ 890 പ്രൊഡക്റ്റ്. നിഷ്ക്രിയ വരുമാനം പാസീവ് ഇൻകം എന്ന് പറയും. നേരത്തെ പറഞ്ഞു ജേക്കബ് സാറിന്റെയും ഫാത്തിമ മാഡത്തിന്റെ കേസ് പറഞ്ഞു. ആ ഇൻകമാണ് നിഷ്ക്രിയ വരുമാനം, പാസീവ് ഇൻകം. ഒരിക്കൽ പ്രവൃത്തി ചെയ്യുന്നത് 2 to 5 സീരിയസ് ആയിട്ട് പ്രവർത്തിച്ചു. നിങ്ങളൊരു ഡിസ്ട്രിബ്യൂഷൻ വിങ് കറക്റ്റായിട്ട് ഡെവലപ്പ് എടുത്തു. ഒരു 4 വിങ് ഡെവലപ്പ് ചെയ്യാൻ മതി. അതിലൂടെ നിങ്ങൾക്ക് ഒരിക്കലും നിലയ്ക്കാത്ത വരുമാനം ലഭിക്കും. ഇതാണ് പഠിക്കേണ്ട പ്രധാനപ്പെട്ട ലക്ഷ്യം. ദെൻ ക്രമീകരിക്കാവുന്ന പ്രവർത്തനം. നിങ്ങളുടെ സമയം നിങ്ങൾക്ക് ക്രമീകരിച്ച് നിങ്ങളുടെ ഇഷ്ടമാണ് ചെയ്യാം. കാലത്ത് 2 മണിക്ക് വർക്ക് ചെയ്യാം, വൈകിട്ട് 2 മണിക്ക് വർക്ക് ചെയ്യാം, ഫുൾ ടൈം വർക്ക് ചെയ്യാം, പാർട്ട് ടൈം വർക്ക് ചെയ്യാം, ജോലി സമയം കഴിഞ്ഞ് വർക്ക് ചെയ്യാം. ദാറ്റ് യു ക്യാൻ ഡിസൈഡ്. അതിന് യാതൊരു നിങ്ങളെ ചോദിക്കാൻ ആരുമില്ല. ദർ ഈസ് നോ ബോസ്. യു ആർ യുവർ ഓൺ ബോസ്. നിങ്ങൾ നിങ്ങളുടെ കമ്പനിയുടെ ബോസ് നിങ്ങളാണ്. സോ ദാറ്റ് മച്ച് സേഫ്. വ്യക്തിഗത വളർച്ചയും നൈപുണ്യ വികസനവും. നിങ്ങൾക്ക് സ്കിൽ ഡെവലപ്പ് ചെയ്യാനുള്ള ട്രെയിനിങ്. ഇപ്പൊ എനിക്ക് സംസാരിക്കാനുള്ള കഴിവ് ലഭിച്ചത് ഇതിന്റെ ഇമ്പാക്ട് എന്ന പ്രോഗ്രാം പങ്കെടുത്തപ്പോൾ എന്റെ ഒരുപാട് പ്രശ്നങ്ങൾ മാറിക്കിട്ടി. അപ്പൊ എനിക്ക് എങ്ങനെയാണ് നമ്മൾ സംസാരിക്കേണ്ടത്, എങ്ങനെ സംസാരിക്കാൻ പാടില്ല എന്ന കാര്യം മനസ്സിലാക്കിയത് ഇമ്പാക്ട് പ്രോഗ്രാമിലൂടെ. ഇതിന്റെ കൂടുതൽ PV ചെയ്യുന്ന വ്യക്തികൾക്ക് 300 പോയിന്റ് വരെ ചെയ്യുന്ന ആൾക്കാർക്ക് സ്പെഷ്യൽ ട്രെയിനിങ് ഇപ്പൊ ഈ മാസം ആരംഭിച്ചിട്ടുണ്ട്. അവർക്ക് ട്രെയിനിങ് വേറെ, ഡയറക്ടേഴ്സിന് ട്രെയിനിങ് വേറെ, കൂടുതൽ എല്ലാവർക്കും പങ്കെടുക്കാവുന്ന 8 മണിക്കത്തെ ട്രെയിനിങ് വേറെ. അപ്പൊ അതിനകത്ത് ഇതുപോലെ പരിവർത്തൻ പ്രോഗ്രാം നടക്കുന്നുണ്ട്, പ്രൊഡക്ട് ട്രെയിനിങ് നടക്കുന്നുണ്ട്, നമ്മുടെ സ്കിൽ ട്രെയിനിങ്, പല ട്രെയിനിങ് നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ ദാറ്റ് മീൻ ഇതിന്റെയൊക്കെ ഒരു സംക്ഷിപ്തമായിട്ട് പറയെങ്കിൽ ഈ വരുന്ന ഏപ്രിൽ 19-ാം തീയതി ലീഡർഷിപ്പ് സമ്മിറ്റ് നടക്കുകയാണ് തൃശ്ശൂർ ലുലു ഹയാത്ത് വെച്ചിട്ട്. അപ്പൊ അതിനകത്ത് നമുക്ക് വളരെ വലിയ വിശാലമായ രീതിയിൽ മോദിക്കേണ്ട യഥാർത്ഥ പിക്ചർ കാണാൻ പറ്റും. ഏറ്റവും സക്സസ്ഫുൾ ആക്കാൻ മുഴുവൻ ആ വർഷം അണിനിരത്താൻ പോകുന്നത് ഏപ്രിൽ 19-ാം തീയതി. സോ ദിസ് ഈസ് മോദിക്കൻ. ഇത് വെറുതെ ഒരു ബിസിനസ് അല്ല. നിങ്ങളുടെ സമയം കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് സമ്പത്ത് ഉണ്ടാക്കാൻ പറ്റിയ ബിസിനസ്സാണ്. സമയം കൊടുത്തുകൊണ്ട് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് പ്രോപ്പറായിട്ട് മനസ്സിലാക്കി ആ 4 ഓർഗനൈസേഷനൂടെ ഡെവലപ്പ് ചെയ്യാനുള്ള സ്കിൽ നിങ്ങൾ ഡെവലപ്പ് എടുത്ത്, നിങ്ങളെ അറിവ് ഡെവലപ്പ് എടുത്ത്, പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള അറിവ് മനസ്സിലാക്കിയെടുത്ത് ഈ പറഞ്ഞ എല്ലാ സൊല്യൂഷൻസും നിങ്ങൾക്ക് തന്നെ ഡിസ്കസ് ചെയ്യാനും കൺസൾട്ട് ചെയ്യാനുള്ള ഒരു പവർ കമ്പനി നിങ്ങൾക്ക് തരികയാണ്. പരിമിതിയില്ലാത്ത വരുമാന സാധ്യത. ഞാൻ പറഞ്ഞു എന്റെ സ്പോൺസർ ഇൻകം 1.4 കോടി വരുമാനം മാസം. അപ്പോ എനിക്ക് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിലെ ലോകത്ത് ചേർത്ത് എനിക്കറിയാം. അവിടെ കിട്ടുന്ന വരുമാനം ഒന്നും പറഞ്ഞാൽ വിശ്വസിക്കില്ല. അവർക്ക് സ്വന്തമായിട്ട് ജെറ്റ് എയർക്രാഫ്റ്റുകളാക്കാൻ 2-3 ജെറ്റ് എയർക്രാഫ്റ്റുകളാക്കാം. അപ്പൊ ഞാൻ അവരെ ലൈഫിലൊക്കെ യൂട്യൂബിൽ കണ്ടു പഠിച്ചിട്ടുണ്ട്. ഡെക്സ്റ്റർ ജാഗ്രത ഒക്കെ പറയും. അപ്പൊ അവരൊക്കെ 50 വർഷം മുമ്പേ ഈ ബിസിനസ്സിൽ വന്ന് ഡെവലപ്പ് ചെയ്ത് ഭയങ്കര സക്സസ് ആയി. അവരുടെ കുടുംബത്തിനുമ്പോ അങ്ങനെ യാട്ടുകളും വലിയ ഫ്ലാറ്റുകളും ഒക്കെ ഓൺ ചെയ്ത് അതിന്റെ സമ്പത്ത് അത് ഉണ്ടാക്കിയ ശേഷം അതിന്റെ സമ്പത്തിൽ നിന്ന് അതിന് വരുമാനം ലഭിച്ച് അങ്ങനെ റീഇൻവെസ്റ്റ് ചെയ്ത് അതിസമ്പന്നന്മാരായ ആൾക്കാരുടെ ഒരുപാട് ചരിത്രം എനിക്കറിയാം. അതാ പറഞ്ഞത് 21-ാം നൂറ്റാണ്ടിലെ ഈ അറിവ് കിട്ടിക്കൊണ്ട് ഇരിക്കുന്ന എല്ലാവർക്കും അങ്ങനെ ഒരു സാധ്യത ഞാൻ നിങ്ങൾക്ക് തുറന്നു വരികയാണ്. എല്ലാവരും വിജയിക്കത്തില്ല. എന്താ കാരണം? ഇത് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. മനസ്സിലാക്കാൻ ശ്രമിക്കില്ല. മറ്റുള്ളവർ പറഞ്ഞു കേൾക്കാൻ കൂടുതൽ ശ്രമിക്കുള്ളൂ. അത് ചെയ്യരുത്. അതാ കാണിക്കുന്ന ഏറ്റവും വലിയ അബദ്ധം. ഞാനത് കേൾക്കാൻ തയ്യാറല്ല, ഒരാൾ പറഞ്ഞ് കേൾക്കാൻ തയ്യാറല്ല. കാര്യം ഇത് സത്യസന്ധமான ബിസിനസ് നമുക്കറിയാം. ദെൻ ഇൻവെന്ററി മാനേജ്മെന്റ്. നമുക്ക് അങ്ങനത്തെ കടയോ ഓഫീസോ ഗോഡൌണോ ഒന്നും വേണ്ട. എല്ലാം കമ്പനി നോക്കിക്കോളൂ. കമ്മ്യൂണിറ്റിയും പിന്തുണയും. നമുക്ക് അതിന് സപ്പോർട്ട് ചെയ്യാൻ ഒരു വലിയ ഓർഗനൈസേഷൻ കൂടിയുണ്ട്. അതാണ് നമ്മുടെ ഭാഗ്യം. ഇനി നമ്മൾ അതിന്റെ ഫൈനൽ സ്റ്റേജിലേക്ക് പോവാണ്. അവസരം ഇവിടെയുണ്ട്. തിരഞ്ഞെടുക്കേണ്ടത് നിങ്ങളാണ്. ഓരോ മാസം സമ്പാദിക്കാൻ നിങ്ങളുടെ കട മാറ്റി ഒരു മാസം മിനിമം ഒരു 3000 രൂപയുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ ശ്രമിക്കുക. മിനിമം മാത്രം വേണം. ഇതേപോലെ ചെയ്യാൻ ഒരു 4 പേരെ സ്പോൺസർ ചെയ്യുക. 4 ഗ്രൂപ്പുകൾ, നിങ്ങളുടെ സ്വന്തക്കാരോ ബന്ധുക്കളോ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ 4 ഓർഗനൈസേഷൻ വഴിക്ക് ബിസിനസ് വേഗത്തിൽ പോകുക. ആ കാര്യം 4 ഓർഗനൈസേഷൻ മതി നിങ്ങൾക്ക് ഇതിനകത്ത് എത്ര വലിയ വരുമാനം നേടാൻ വേണ്ടി. എല്ലാ റാങ്കുകളും 12 റാങ്കുകളുണ്ട്. ആ റാങ്ക് മുഴുവൻ കരസ്ഥമാക്കാൻ പറ്റും.
ആ പ്ലാനിൽ നിന്ന് വരുമാനം സ്വന്തമാക്കാൻ പറ്റും. സോ ദിസ് ഈസ് മോർ ദാൻ എ പ്ലാൻ. ഒരു പ്ലാൻ എന്ന് പറയാൻ പറ്റില്ല, ഇത് ജീവിതത്തിന്റെ ഭാഗമാണെന്ന് ഞാൻ പറയുള്ളൂ. ഇറ്റ് ഈസ് മൈ പ്രോമിസ്. അദ്ദേഹം സമീർ മോദി സാർ പറയുന്ന വാക്കാണ്, ഫുള്ള് പ്രോമിസാണ്. ഫ്യൂൽ യുവർ ഗ്രോത്ത്, നിങ്ങളുടെ വളർച്ചയ്ക്ക് വേണ്ട എല്ലാ ഇന്ധനവും ഞാൻ തരാം. അൺലോക്ക് യുവർ പൊട്ടൻഷ്യൽ, നിങ്ങളെ എല്ലാവർക്കും ഇരിക്കുന്ന എല്ലാവർക്കും വലിയ കഴിവുകളുണ്ട്, അതറിയാതെ നമ്മൾ മരണപ്പെട്ടു പോവാ, ഭൂമിയിൽ നിന്ന് മറിഞ്ഞു പോവാണ്. ആ കഴിവുകൾ പുറത്തെടുത്താൽ നിങ്ങൾക്ക് എത്ര വലിയ ഉയരാൻ പറ്റിയ ഓപ്പർച്യൂണിറ്റിയാണ്. ഒന്നിച്ചുകൊണ്ട് വി വിൽ ബിൽഡ് എ ഫ്യൂച്ചർ വേർ നത്തിങ് ഹോൾഡ് യു ബാക്ക്. നിങ്ങൾക്ക് നേടാൻ പറ്റാത്ത ഒന്നും ജീവിതത്തിൽ ബാക്കി ഉണ്ടാവില്ല, എല്ലാം നിങ്ങൾക്ക് നേടിത്തരാൻ പറ്റും. അപ്പൊ എന്തൊക്കെയാണ് നേടാൻ നോക്കി? അപ് ടു 72% പേ ഔട്ട് വരുമാനം തരുന്നത് ബിസിനസ് വോളിയത്തിന്റെ 72%. ഏറ്റവും നല്ല കോമ്പൻസേഷൻ പ്ലാൻ. വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് കൈ നിറയെ വരുമാനവും. അവർക്ക് എല്ലാ ദിവസവും ഒരു പ്ലാൻ ഓഫ് ആക്ഷൻ വർക്ക് ചെയ്യുന്ന ആളാണ്. ഓടി വർക്ക് ചെയ്യണല്ല, ഹാർഡ് വർക്ക് ചെയ്യണല്ല, സ്മാർട്ട് വർക്ക് ചെയ്യേണ്ടത്, അത് പ്ലാൻ ചെയ്ത് വർക്ക് ചെയ്യേണ്ടത്. ആ പ്ലാനിങ്ങും നമ്മുടെ മാക്സിമം ഡ്യൂപ്ലിക്കേഷൻ. നമുക്ക് നാല് ഓർഗനൈസേഷൻ മതി. ആ 4 ഓർഗനൈസേഷൻ ചെയ്യേണ്ടത് അവർ ഓരോരുത്തരും ചെയ്യേണ്ടത് അവരെ 4 ഓർഗനൈസേഷൻ ഉണ്ടാക്കാനുള്ള ടീം ബിൽഡിംഗ് പ്രോസസ് ആണ്. ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി. കാര്യം ഒരു കമ്പനിയുടെ വളർച്ചയുടെ രഹസ്യം എന്താണ്? ഏത് കമ്പനിയുടെയും, മൈക്രോസോഫ്റ്റ് അടക്കമുള്ള ഏത് റിച്ച് കമ്പനി, ടാറ്റ അടക്കമുള്ള എല്ലാ കമ്പനിയുടെയും വിജയ രഹസ്യം അതിന്റെ വിതരണ ശൃംഖലയാണ്, ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് ആണ്. ഒരു ബിസിനസ് പഠിക്കേണ്ട കാര്യം വിതരണ ശൃംഖലയാണ്. ആ വിതരണ ശൃംഖല ശക്തപ്പെടുന്നതോടുകൂടി നിങ്ങൾ സമ്പന്നമായിട്ട് മാറും. അത് വീണ്ടും ശക്തമാകുമ്പോൾ നിങ്ങൾ അതിസമ്പന്നമായിട്ട് മാറും. നിങ്ങൾക്ക് വേറെ ഇൻവെസ്റ്റ്മെന്റ് ഇല്ല എന്ന സത്യം കൂടി ഇതിന്റെ ഗുണം മനസ്സിലാക്കണം. ആകെ 4 ഓർഗനൈസേഷൻ മതി. അൺലോക്ക് റാപ്പിഡ് ഗ്രോത്ത് വിത്ത് പവർ ഓഫ് 4. ഇവിടെ ഒരു കമ്പനി ഒരു പ്രോഗ്രാം ഒന്നിന് പവർ ഓഫ് 4. ആ പവർ ഓഫ് 4 തന്നെ പോകണം. അതാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ലത്. അല്ലാതെ പോവാം, പക്ഷെ അപ്പൊ നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്ന വളർച്ച ഉണ്ടാവില്ല. എൻഹാൻസ് ഇൻസെന്റീവ്സ് ഓൺ ഈച്ച് ടൈറ്റിൽ. ഓരോ ടൈറ്റിലും വരുമാനമുണ്ട്. മൾട്ടിപ്പിൾ ബിസിനസ് സെന്റർ. നമ്മൾ ഗ്രൂപ്പിൽ പല സെന്റേഴ്സിനായിട്ട് നിങ്ങൾക്ക് ടീം ഡെവലപ്പ് എടുക്കാൻ പറ്റും. പല വരുമാനം കിട്ടുന്ന ഗ്രൂപ്പായിട്ട് താഴെ വലിയ വരുമാനം അവർക്ക് ക്രിയേറ്റ് കൊടുക്കാൻ സാധിക്കും, നിങ്ങൾക്ക് തന്നെ, നിങ്ങളുടെ ടീമിനകത്ത്. ഇൻസ്റ്റന്റ് റിവാർഡ്സ് നൗ മന്ത്ലി. പണ്ട് 3 മാസം കാത്തിരിക്കണമെന്നു, അത് വേണ്ട. ഈ പുതിയ മാറ്റത്തിനകത്ത് സമീർ മോദി ഇൻഫിനിറ്റ് പ്ലാനകത്ത് അപ്പം തന്നെ ആ മാസം വരുമാനം തരും. ഈ മാസം ബിസിനസ് വരികയും അടുത്ത 9-ാം തീയതി നമ്മുടെ അക്കൗണ്ടിൽ വന്നിരിക്കും. ഗവൺമെന്റ് സാലറി പലപ്പോഴും തെറ്റിയിട്ടുണ്ട്, പക്ഷെ ഇവിടെ 9-ാം തീയതി ഇന്നുവരെ തെറ്റിയിട്ടില്ല. അതിന് ഞാൻ പ്രത്യേകം ക്ലാപ്പ് കൊടുക്കുകയാണ് ഈ കമ്പനി മാനേജ്മെന്റ്. 29 വർഷമായിട്ട് അവർ ചെയ്ത ഏറ്റവും വലിയ പുണ്യതാണ്. കൃത്യമായിട്ട് വരുമാനം കൊടുക്കും. ദെൻ മോസ്റ്റ് റിവാർഡിംഗ് ലോയൽറ്റി പ്രോഗ്രാം വിത്ത് 3x ബെനിഫിറ്റ്സ്. 3 ഇരട്ടി ബെനിഫിറ്റ്. അതെന്നാ പറഞ്ഞുതരാം. ഈ പ്ലാൻ നൗ ഇസ് ദ മോസ്റ്റ് അഡ്വാൻസ്ഡ് ആൻഡ് റിവാർഡിംഗ് പ്ലാൻ ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും റിവാർഡിംഗ് പ്ലാനിനെ കുറിച്ചാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സോ ദാറ്റ് ഇസ് ഇൻട്രസ്റ്റിംഗ്. സോ നമുക്ക് അടുത്ത സ്റ്റേജിലേക്ക് പോവാം. 1-ാം ഘട്ടം നോക്കുക. ഇനി 5 ഘട്ടം പറയുള്ളൂ, അത് നമുക്ക് ക്ലോസ് ചെയ്യാം. ഫസ്റ്റ് ഘട്ടം ഉപയോഗിക്കുക, യൂസ് ചെയ്യുക, അത് ഷെയർ ചെയ്യുക, അത്രേ ഉള്ളൂ. ഉപയോഗിക്കുക, അത് പങ്കിടുക. നിങ്ങൾ ഉപയോഗിച്ച എക്സ്പീരിയൻസ് ആണ് പറയേണ്ടത്. പല്ല് ബ്രഷ് ഉപയോഗിച്ചിട്ട് പേസ്റ്റ് ഉപയോഗിച്ചിട്ട് കിട്ടിയ ഗുണമാണ് പറയേണ്ടത്. അന്നേരം ഷെയർ ചെയ്യണം. റിട്ടേൺ ലാഭം എത്രയാണ്? 33% വരെ ലാഭമുണ്ട്. അത് പഠിക്കണം, ഉണ്ടോ? അത് MRPക്ക് തന്നെ കൊടുക്കണം. അച്ഛനും അമ്മയും ഒഴിച്ച് ബാക്കി എല്ലാവർക്കും MRPക്ക് കൊടുക്കാൻ പാടുള്ളൂ. ഇത് ബിസിനസിന്റെ നിയമമാണ്. ഇത് പഠിക്കാൻ പറ്റില്ല നിങ്ങൾക്ക്, അതിനകത്ത് തന്നെ പരാജയപ്പെട്ടു. അത് ചെയ്യരുത്. ലോയൽറ്റി പ്രോഗ്രാം. നിങ്ങൾക്ക് ഒരു 6 മാസം പഠിച്ചു വാങ്ങിച്ചാൽ 1 മാസം പഠിച്ച് ഫ്രീ കിട്ടും. 12 മാസം ഉപയോഗിച്ചാൽ മൊത്തം 3 മാസം പഠിച്ച് 1 വർഷം ഫ്രീ കിട്ടും. അപ്പോൾ 6 മാസം ഉപയോഗിച്ചാൽ എന്ത് കിട്ടും ഇപ്പോൾ കാണിച്ചു തരാം. റീപർച്ചേസ് പ്രോഗ്രാം. എല്ലാ മാസവും 15-ാം തീയതി റീപർച്ചേസ് പ്രോഗ്രാം അല്ലെങ്കിൽ ന്യൂ ജോയിനി ആക്ടിവേഷൻ പ്രോഗ്രാമാണ്. എല്ലാ മാസം 15-ാം തീയതി. അപ്പോൾ 15-ാം തീയതിക്കുള്ളിൽ വാങ്ങിക്കുവാണെങ്കിൽ കഴിഞ്ഞ മാസം ജോയിൻ ചെയ്ത ആൾക്കാർക്ക് ഈ മാസം 15-ാം തീയതിക്കുള്ളിൽ പ്രൊഡക്റ്റ് വാങ്ങിക്കുന്നതിന് ഓഫർ ഉണ്ട്. എന്താന്ന് പറഞ്ഞുതരാം. 1-ാം ഘട്ടം നോക്കുക, ഉപയോഗിക്കുക, പങ്കെടുക്കുക. 33% വരെ. ഇവിടെ എക്സാമ്പിൾ നോക്കി, 1000 രൂപയ്ക്ക് DP വിലയിൽ പ്രൊഡക്റ്റ് വാങ്ങിച്ചു. അതിന് MRP എത്രയ്ക്കും വില? 1330 രൂപ. നിങ്ങൾ 330 രൂപയ്ക്ക് 1330 രൂപയ്ക്ക് തന്നെ കൊടുക്കാൻ മിടുക്കനാണെങ്കിൽ അല്ലെങ്കിൽ മിടുക്കിയാണെങ്കിൽ നിങ്ങൾക്ക് 33% റിറ്റെയിൽ പ്രോഫിറ്റ് ലഭിക്കും. ഇത് പഠിക്കേണ്ട ലെസനാണ്. ഇപ്പൊ ഞാനിപ്പോ പറയും വണ്ണം കുറയ്ക്കുന്ന പ്രൊഡക്റ്റ് 9966 രൂപ. ആ പ്രൊഡക്റ്റ് കൊടുക്കുവാണെങ്കിൽ നമുക്ക് 33% പ്രോഫിറ്റ് ഉണ്ട്. ഇപ്പൊ ഞാൻ ആ പ്രൊഡക്റ്റ് വാങ്ങിച്ച വ്യക്തിയാണ്, ഞാനത് പലർക്കും കൊടുത്ത വ്യക്തിയാണ്. ഞാൻ 9966 രൂപ കൊടുത്തു. അപ്പൊ നമുക്ക് 3967 രൂപ നമ്മൾ അതിന്റെ ബിസിനസ് ഓണർ ആയതുകൊണ്ട് നമുക്ക് ലാഭം കിട്ടുന്നതാണ്. അപ്പൊ ആലോചിക്ക്, ഒരു 10 കസ്റ്റമർ കൊടുക്കാൻ സാധിച്ചാല് 39,000 വരുമാനം കിട്ടാൻ 10 പേർക്ക് വണ്ണം കുറയ്ക്കാൻ നിങ്ങൾ ശ്രമിച്ചാൽ പോരെ. ഇത് പഠിക്കേണ്ട വലിയ ലെസണാണ്. മോദിക്ക് അത്ര ബ്യൂട്ടിഫുൾ ആണ്. അവർക്ക് വേണ്ടുള്ള വെയിറ്റ് മാനേജ്മെന്റ് സൊല്യൂഷൻ കൊടുത്ത് പ്രൊഡക്റ്റ് വിൽക്കാൻ നടന്നതല്ല. അവർക്ക് വേണ്ട വെയിറ്റ് മാനേജ് സൊല്യൂഷൻ ഞാൻ പറഞ്ഞു. ഇങ്ങനെ ഞാൻ സോഷ്യൽ മീഡിയ കൊടുത്തു, പലരും വിളിച്ചു പറഞ്ഞു നിന്റെ വണ്ണം കുറക്കണം, നിനക്ക് ഇത്ര വണ്ണം പ്രശ്നമാണ്, കൂടിക്കഴിഞ്ഞാൽ അസുഖങ്ങളുടെ മാതാവാണ്, ഒരുപാട് അസുഖങ്ങൾ മാതാവാണ് അമിതവണ്ണം. പറഞ്ഞാൽ ആ വണ്ണം കുറച്ചേ പറ്റൂ. ഒരു മാക്സിമം +±5 വരാൻ പാടുള്ളൂ. അതിൽ കൂടുതൽ വന്നാൽ സൂക്ഷിക്കണം. വിസറൽ ഫാറ്റ് വന്നാൽ വയറിനകത്ത് ഉടലിനകത്ത് ഇഷ്ടമാതിരി കൊഴുപ്പ് എന്ന് അറിയുന്ന വിസറൽ ഫാറ്റ്,
ആ വയറ് അങ്ങനെ പ്രശ്നമാണെങ്കിൽ നിങ്ങൾ കാനഡ സ്കാൻ ചെയ്ത് നോക്കണം. അപ്പൊ എവിടെ കാനഡ സ്കാൻ കിട്ടും? അടുത്തുള്ള മോദിക്ക് ഡിസ്ട്രിബ്യൂഷൻ പോയിന്റ് കിട്ടും. അപ്പൊ അവിടെ പോയി അന്വേഷിച്ചപ്പോൾ അവർക്ക് അറിയാവുന്ന സ്ഥലത്ത് പറഞ്ഞു കൊടുത്തു. നോക്കിയപ്പോൾ കാണും കാനഡ സ്കാനിനകത്ത് വിസറൽ ഫാറ്റ് കൂടുതലാണ്, ബോഡി ഏജ് കൂടുതലാണ്. അപ്പൊ മനസ്സിലായി ഒരുപാട് ഫാറ്റ് ബോഡിയിൽ അടങ്ങിയിട്ടുണ്ട്. പലരും ഹാർട്ട് അറ്റാക്ക് വരുന്നതും സ്ട്രോക്ക് വരുന്നതും ക്യാൻസർ വരുന്നതും BP വരുന്നതും എല്ലാം കൂടുന്നു. പെട്ടെന്ന് അസുഖം ചെയ്ത് നമ്മൾ സമ്പാദിച്ച പൈസ മുഴുവൻ ഹോസ്പിറ്റലിൽ കളയുന്ന പകരം വണ്ണം കുറച്ചാൽ നിങ്ങളുടെ 3/4 പ്രശ്നം മാറി കിട്ടി. പിന്നെ പ്രൊഡക്റ്റ് സപ്ലിമെന്റ് കൃത്യമായിട്ട് ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് ഓരോ അസുഖവും വരില്ല. കാര്യം കെമിക്കൽസ് ഇല്ലാത്ത ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിൽ ആദ്യമായിട്ട് അവതരിപ്പിച്ച കമ്പനിയാണ് മോദിക്ക്. അതും 29 വർഷം മുമ്പ്. ദൈവം നമുക്ക് വേണ്ടി തന്ന ബിസിനസ്സാണ്. സോ ലോയൽറ്റി പ്രോഗ്രാം നേരത്തെ പറഞ്ഞു, 6 മാസം പ്രൊഡക്റ്റ് വാങ്ങിച്ചാൽ 1 മാസം പ്രൊഡക്റ്റ് ഫ്രീ. അതായത് 10,000 രൂപയുടെ പ്രൊഡക്റ്റ് ഫ്രീ കിട്ടും. മാക്സിമം 10,000 രൂപ. കുറഞ്ഞത് 1,800 2,490 ഇടയ്ക്ക് വാങ്ങിക്കണമെങ്കിൽ 80% കിട്ടുള്ളൂ. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് 2,500 3,000 മിനിമം വാങ്ങിക്കാൻ പറഞ്ഞത്. ഞാനൊരു മാസം 10,000 12,000 15,000 സാധനം എല്ലാ മാസം വാങ്ങിക്കുന്ന. അത് എനിക്കറിയാം. 6 മാസം കഴിഞ്ഞാൽ അത് 10,000 കിട്ടുന്നു. 12 മാസം കഴിഞ്ഞാൽ പിന്നെയും ഒരു 20,000 എക്സ്ട്രാ കിട്ടും. അപ്പൊ മൊത്തത്തിൽ കിട്ടും 30,000 കൂടെ ഫ്രീ കിട്ടും. ലോയൽറ്റി പ്ലസ് ഇത് നിങ്ങളുടെ മനസ്സിൽ കുറിച്ച് വെച്ചു. നേരത്തെ പറഞ്ഞ ലോയൽറ്റി പ്രോഗ്രാം കൂടാതെ റീപർച്ചേസ് പ്രോഗ്രാമും 15-ാം തീയതി. ലോയൽറ്റി പ്രോഗ്രാം 25-ാം തീയതി. അത് കഴിഞ്ഞാൽ പിന്നെ കിട്ടത്തില്ല. സോ ന്യൂ ജോയിനി പ്രോഗ്രാം നമ്മൾ 1000 പ്രൊഡക്റ്റ് വാങ്ങിക്കുമ്പോൾ 150 തൊട്ട് 200 പ്രൊഡക്റ്റ് ഫ്രീ ലഭിക്കുക. ഇത് 15-ാം തീയതി വരെ ഉള്ളൂ. ഈ മാസം ജോയിൻ ചെയ്താണെങ്കിൽ ആ മാസം അവർക്ക് 30-ാം തീയതി കിട്ടും. അടുത്ത മാസം ഒരു 15-ാം തീയതിക്ക് തിരിച്ചു വരും. ഉണ്ടോ? 2,000 പ്രൊഡക്റ്റ് വാങ്ങിക്കുമ്പോൾ 250 350 ഇടയ്ക്കുള്ള ഉൽപ്പന്നങ്ങൾ ഫ്രീ ലഭിക്കും. 3,000 വാങ്ങിക്കുമ്പോഴോ 430-നും 550 ഇടയ്ക്കുള്ള പ്രൊഡക്റ്റ് ഫ്രീ കിട്ടും. 5,000 വാങ്ങിക്കുമ്പോൾ 700-നും 900-നും പ്രൊഡക്റ്റ് ഫ്രീ കിട്ടും. ഇതാണ് പഠിക്കേണ്ട ഒരു ലെസൺ. ദെൻ റീപർച്ചേസ് പ്രോഗ്രാം അത്ര മനോഹരമാണ്. ഇത് ശരിക്കും എല്ലാവരും ഉപയോഗപ്പെടുത്തുക. ഇനി 2-ാം ഘട്ടം നോക്കുക. ഫസ്റ്റ് 1-ാം ഘട്ടം കഴിഞ്ഞു, 2-ാം ഘട്ടം 5 ഘട്ടങ്ങൾ കേട്ടോ. 2-ാം ഘട്ടം നോക്കുക. നമുക്ക് 4 അഡ്വൈസർമാരെ നമുക്ക് വേണം. അവരെ ബിസിനസ് കാണിച്ചു കൊടുത്ത് അവരെ കൊണ്ടുവരാം. ഇവർക്ക് അഡ്വൈസർമാർ ഇഷ്ടമില്ല, പ്രൊഡക്റ്റ് മാത്രം താല്പര്യമുള്ളെങ്കിൽ അവർക്ക് പ്രിഫേർഡ് കസ്റ്റമർ ആകാം. അവരുടെ ഡോക്യുമെന്റ്സും വേണ്ട, അവർക്ക് FSI രജിസ്ട്രേഷൻ വേണ്ട, അവർക്ക് ഡോക്യുമെന്റ്സ് ഒന്നും വാങ്ങിക്കാതെ പേരും അഡ്രസ്സും ഡേറ്റ് ഓഫ് ബർത്തും ഫോൺ നമ്പർ ഉണ്ട് അവരെ രജിസ്റ്റർ ചെയ്യിച്ച് അവർക്ക് 8 നമ്പർ കൊടുക്കാം. അവർക്ക് പ്രൊഡക്റ്റ് മാത്രമേ വാങ്ങിക്കാൻ പറ്റുള്ളൂ. ഫസ്റ്റ് പർച്ചേസ് ഓഫറും ഒപ്പം എന്ത് കിട്ടും? ലോയൽറ്റി ലഭിക്കും. വേറൊരു ഓഫർ ലഭിക്കില്ല, വരുമാനം ഉണ്ടാവില്ല, ആൾക്കാരെ സ്പോൺസർ ചെയ്യാൻ സാധിക്കില്ല. ഇതാണ് പ്രിഫേർഡ് കസ്റ്റമർ മനസ്സിലാക്കേണ്ടത്. ഉണ്ടാവും. നമ്മൾ അഡ്വൈസർ ആകുമ്പോൾ ബിസിനസ്സിൽ ഏൺ ചെയ്യാനുള്ള കപ്പാസിറ്റി, ഏൺ ചെയ്യാനുള്ള അധികാരം കമ്പനി നമുക്ക് തരികയാണ്. നേരത്തെ പറഞ്ഞ എല്ലാ അധികാരികളും ഒരു 4 ഓർഗനൈസേഷൻ അവര് 50 PV ചെയ്താൽ മതി, ഒരു 1,000 രൂപ ക്യാഷ് അവാർഡ് കിട്ടും. 2 ഷെയർ കമ്പനി തരും. അത് ഇതൊരു ആ കമ്പനിയുടെ പ്രൊമോഷനാണ്. 4 പേര് ബിസിനസ് സ്പോൺസർ ചെയ്ത് അവര് 50 PV അതായത് ഒരു PV എന്ന് പറഞ്ഞാൽ 27 ബിസിനസ് വോളിയം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 56 രൂപ 54 രൂപ അത്രേ ഉള്ളൂ. 54 രൂപ കണക്ക് പറയരുത്, PV കണക്ക് പറയണം. ഇവിടെ 50 PV എന്ന് പറയുമ്പോൾ ഏതാണ്ട് 3,000 ഉൽപ്പന്നങ്ങൾ, 2,500 3,000 ഉൽപ്പന്നങ്ങൾ ഈ 4 പേരും വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 1,000 rupees ക്യാഷ് അവാർഡ് ലഭിക്കും. കേട്ടോ? ഇതാണ് ഫസ്റ്റ് ലെവൽ പവർ ഓഫ് 4 എന്ന് പറയുന്നത്. അത് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ഡയറക്ടർ ആവണം. അങ്ങനെ ഡയറക്ടറായ 1,100 പോയിന്റ് വാല്യൂ നിങ്ങളുടെ ഗ്രൂപ്പിൽ, അതായത് 60,000 ബിസിനസ് ഗ്രൂപ്പിൽ എത്തിയാൽ നിങ്ങൾ ഡയറക്ടർ റാങ്കിലേക്ക് എത്തും. മൊത്തം വരുമാനം എത്രയാണ്? 5,160 രൂപ. ദെൻ അടുത്ത 4-ാമത്തെ ഘട്ടം നോക്കുക. ആ ഡയറക്ടർമാർ 4 പേരും 4 ഗ്രൂപ്പിൽ ഡയറക്ടർ ആക്കി. നിങ്ങൾ ഡയറക്ടറായ പോലെ 4 ഗ്രൂപ്പിൽ നിന്ന് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തു ഡയറക്ടർ ആക്കി എടുത്താൽ നിങ്ങളുടെ മൊത്തം വരുമാനം 15,000 മിനിമം കിട്ടും. അപ്പൊ നിങ്ങളുടെ റാങ്കിന്റെ പേര് പ്ലാറ്റിനം എന്നാവും. ഇതാണ് ഇതിന്റെ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു പൊസിഷൻ. ഇവിടെ നിന്നിട്ടാണ് ബിസിനസിന്റെ വലിയ വലിയ ഇംഗിതത്തിൽ പ്രവേശിക്കുന്നത്. ദെൻ 5-ാം ഘട്ടം ആ 4 പേരും പ്ലാറ്റിനം ആകുമ്പോൾ നിങ്ങളുടെ പേര് ഡബിൾ റിട്ടയർമെന്റ് എന്നാണ്. വരുമാനം 1 ലക്ഷത്തിന് 5 ലക്ഷം കണക്ക് വരുമാനം കിട്ടും. ഇതാണ് ഡബിൾ റിട്ടയർമെന്റ് ഡയറക്ടറിന്റെ പ്രത്യേകത. ഇന്ന് ഫ്ലാറ്റ് ലെവലിൽ തന്നെ ഇവിടെ വലിയ വരുമാനം 1 ലക്ഷം വരുമാനം വാങ്ങിക്കുന്ന ആൾക്കാർ വന്നു കഴിഞ്ഞു. 1 ലക്ഷം തൊട്ട് 5 ലക്ഷം വാങ്ങിക്കുന്ന ആൾക്കാർ എത്തിക്കഴിഞ്ഞു. അപ്പൊ ആലോചിക്കണം, അത്രയും വലിയ പവർഫുൾ ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഡിസ്ട്രിബ്യൂട്ട് നെറ്റ്വർക്ക് ഉള്ള ആളുകൾക്ക് വലിയ വരുമാനം കിട്ടുന്ന അവസരം. അപ്പൊ പ്ലാറ്റിനം ഒരു പ്രധാനപ്പെട്ട ലെവലാണെന്ന് മനസ്സിലാക്കിയെടുക്കുക. ഇതിലൂടെ എന്താണ് നമുക്ക് വെഹിക്കിൾ ബോണസ് ലഭിക്കുന്നു. ഉണ്ടോ? ബൈക്ക് വാങ്ങിക്കാണ്ട് 2,500 ബോണസ് ലഭിക്കുന്നു മാക്സിമം. നാഷണൽ ട്രാവൽ ഫണ്ടായിട്ട് ഒരു 5,000 ലഭിക്കുന്നു മാക്സിമം, അത്ര ലഭിക്കുള്ളൂ. വേൾഡ് ടൂർ ഫണ്ടായിട്ട് നമുക്ക് ഒരു 30,000 വരെ അത് ലഭിക്കുന്നുണ്ട്. ലക്ഷറി കാർ വാങ്ങിക്കാൻ വേണ്ടി നമുക്കൊരു 40,000 രൂപ മന്ത്ലി മാക്സിമം ലഭിക്കും. അതുകൊണ്ട് ഞാൻ കാർ വാങ്ങിച്ചത്. എന്റെ ഗ്രൂപ്പിലെ എന്റെ മഞ്ജു സുരേഷ് വേണ്ടതുള്ള അദ്ദേഹവും വാങ്ങിച്ചത് ഇതുകൊണ്ടാണ് വാങ്ങിച്ചത്. വേറെ 4 പേര് വാങ്ങിക്കാൻ വേണ്ടി തയ്യാറായി നിൽക്കുക. എനിക്ക് ഭയങ്കര സന്തോഷമായി. എനിക്ക് മാത്രം മറ്റുള്ളവർക്ക് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റുന്നുള്ള കാര്യം ഇതിനകത്ത്
ഏറ്റവും ഹാപ്പിയാണ്. കാര്യം ഞാനൊരു ഗസറ്റ് ഓഫീസർ, എനിക്ക് ലക്ഷങ്ങൾ വരുമാനം ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് അങ്ങനെ ഒരാൾക്ക് വരുമാനം വാങ്ങിച്ചു കൊടുക്കാൻ പറ്റില്ല. പക്ഷെ ഇവിടെ നൂറുകണക്കിന് ആൾക്കാർ വരുമാനം വാങ്ങിച്ചു കൊടുക്കാൻ പറ്റിയ ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അത് ശരിക്കും നമ്മൾ ഉപയോഗിക്കണം. ഡ്രീം ഹൗസ്, നിങ്ങളുടെ സ്വപ്ന വീട് സ്വന്തമാക്കാൻ നിങ്ങൾക്ക് 50,000 വരെ ഹൗസ് ഫണ്ട് ലഭിക്കും. ഇതിലൂടെ അങ്ങനെ വരുമാനം വീടുകൾ വാങ്ങിച്ച 10,000 ആൾക്കാർ ഇന്ത്യയിൽ വന്നു കഴിഞ്ഞു. ഇതാണ് എന്റെ സ്മാർട്ട് സമ്മറി. ഇങ്ങനെ നിങ്ങൾക്ക് എല്ലാ വരുമാനം, ഡയറക്ടർ, സീനിയർ ഡയറക്ടർ, എക്സിക്യൂട്ടീവ് ഡയറക്ടർ, സീനിയർ എക്സിക്യൂട്ടീവ് ഡയറക്ടർ, അതാണ് കാർ അച്ചീവർ എന്ന് പറയുന്നത്, പ്ലാറ്റിനം ഡയറക്ടർ, നമ്മുടെ 4 ഓഫീസിൽ ഡെവലപ്പ് ചെയ്ത വ്യക്തികൾ, ഹൗസ് ഫണ്ട് അച്ചീവർ, റെഡ് ഡയമണ്ട്, ഡബിൾ റെഡ് ഡയമണ്ട്, ട്രിപ്പിൾ റെഡ് ഡയമണ്ട്, ബ്ലൂ ഡയമണ്ട്, ഡബിൾ ബ്ലൂ ഡയമണ്ട്, ഗ്ലോബൽ ബ്ലൂ. എന്റെ സ്പോൺസർ ബ്ലൂ ഡയമണ്ട് ആണ്. ഞാൻ പറയാൻ കാരണം അത്രയും ഹയർ ലെവലിൽ ഇവിടെ കേരളത്തിൽ എത്തിക്കഴിഞ്ഞു. നമുക്ക് പഠിക്കേണ്ട കാര്യം, നമുക്ക് ട്രെയിനിങ് സപ്പോർട്ട് കൊടുക്കുന്ന കാര്യം പറഞ്ഞ് ക്ലോസ് ചെയ്യാം. യൂട്യൂബിൽ നമുക്ക് നല്ല രീതിയിലുള്ള സപ്പോർട്ട് ലഭിക്കുന്നുണ്ട്. അതിൽ കുറേയധികം വീഡിയോ എടുപ്പുണ്ട്. ആ വീഡിയോ ഒക്കെ നിങ്ങൾ കാണണം. നിങ്ങളുടെ നല്ല വീഡിയോ ഒക്കെ, നിങ്ങളുടെ എക്സ്പീരിയൻസ്, നിങ്ങൾ പ്രൊഡക്റ്റ് എക്സ്പീരിയൻസ്, നിങ്ങൾക്ക് വീഡിയോ ഷെയർ ചെയ്യാം. ഓൺലൈൻ പഠനം എവിടെ നിന്ന് എപ്പോഴും നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പൊ അത് നമുക്ക് അതുകൊണ്ട് ലഭിക്കാം. SPBM അക്കാഡമി ഉണ്ട്, അതിൽ നമുക്ക് കുറെ കാര്യം പഠിക്കാൻ പറ്റും. ഉൽപ്പന്നങ്ങളെ കുറിച്ചും പ്ലാനിനെ കുറിച്ചും നമ്മൾ പരിശീലനം നമുക്ക് കിട്ടും. ആ പ്ലാനെ കുറിച്ച് പഠിക്കണം, ഈ പ്ലാൻ എന്താണെന്ന് പഠിക്കണം. ദെൻ സർട്ടിഫിക്കേഷൻ, നമുക്ക് ഓരോ കാര്യങ്ങളും ചെയ്യാനുള്ള സർട്ടിഫിക്കേഷൻ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇവന്റുകൾ, നിറയെ ഇവന്റുകൾ വരുന്നു. ഓരോ മാസവും നമുക്ക് നിറയെ ഇവന്റുകൾ, ആ ഇവന്റുകളെല്ലാം പങ്കെടുക്കണം, ട്രെയിനിങ്ങിൽ പങ്കെടുക്കണം. അങ്ങനെ നിങ്ങൾക്ക് വലിയൊരു വിജയം നിങ്ങൾക്ക് നേടാൻ പറ്റും. ഈ ടൂൾസ് എല്ലാം ഉപയോഗിക്കണം. ഈ കണ്ട എല്ലാ ടൂൾസും ഉപയോഗിക്കണം, കൃത്യമായിട്ട് ഉപയോഗിക്കണം. ഈ ടൂൾസ് ഉപയോഗിച്ചുകൊണ്ട് മാത്രമേ ഇരിക്കുന്ന എല്ലാവരും ബിസിനസ് ബിൽഡ് ചെയ്യാൻ പാടുള്ളൂ. അല്ലാതെ തന്നെ ബിസിനസ് ചെയ്യാൻ ശ്രമിക്കരുത്. ഈ ടൂൾസിനകത്ത് പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള കംപ്ലീറ്റ് സത്യസന്ധമായ കാര്യങ്ങൾ മുഴുവനുണ്ട്. അത് മാത്രം ഷെയർ ചെയ്ത് ഇതിന്റെ പ്രൊഡക്റ്റ് ഡെമോൺസ്ട്രേഷൻ കാണിച്ചു കൊടുത്ത് ടീം ഡെവലപ്പ് ചെയ്ത് മുമ്പോട്ട് പോകാൻ സ്വയം ഉത്തരം നൽകാം. മോദിക്ക് അല്ലെങ്കിൽ പിന്നെ എന്താ ചെയ്യാൻ പറ്റുക? നിങ്ങളല്ലെങ്കിൽ പിന്നെ ആരാണ് ബിസിനസ് ചെയ്യുന്നത്? ഇപ്പോഴല്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് ചെയ്യുന്നത്? അപ്പൊ നിങ്ങൾ 1000 മൈല് പോകാനുണ്ടെങ്കിൽ അതിന്റെ ആദ്യത്തെ ചൂട് ഇപ്പൊ വയ്ക്കുക. മോദിക്കറിലേക്ക് ഹാർദമായ സ്വാഗതം. ഈ സെഷൻ ഈ ചുരുങ്ങിയ സമയം കൊണ്ട് പങ്കെടുത്ത എല്ലാവരും എനിക്ക് എന്റെ അറിവ് ഷെയർ ചെയ്യാൻ പറ്റി, എന്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ പറ്റി വരികയാണ്. ഇത് നിങ്ങളുടെ ജീവിതത്തിലെ ഒരു വഴിത്തിരിവായി മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഈ പ്രോഗ്രാം ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ എത്തിച്ചേർന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി എന്റെ ഹൃദയംഗമായ അഭിനന്ദനങ്ങൾ അർപ്പിക്കുകയാണ്. നിങ്ങൾക്ക് ഇൻഡസ്ട്രിയുടെ വലിയ വലിയ ഉയരങ്ങൾ നേടാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. സി യു അറ്റ് ദ ടോപ്പ്. താങ്ക് യു.